പിന്നീട് പ്രവാചകത്വത്തിന് ശേഷം 13 വർഷക്കാലം മക്കയിൽ ജീവിച്ചു. അന്ന് പ്രവാചകരെ അൽ അമീൻ എന്ന രൂപത്തിലല്ല മക്കാനിവാസികളിൽ നല്ലൊരു കൂട്ടം കണ്ടത്. അവർ നബി തങ്ങളെ വിളിച്ചത് അൽ അമീൻ എന്നായിരുന്നു പണ്ടെങ്കിൽ. ഇന്ന് കുലദേവതകളെയും അവരുടെ വിശ്വാസ ജീർണതകളെയും എതിർക്കുന്ന ഒരാളെന്ന രൂപത്തിൽ കൊടിയ മർദ്ദനം ഏൽപ്പിച്ചായിരുന്നു അവരുടെ സ്വീകരണം. ഈ സ്വീകരണത്തിന്റെ ഘട്ടത്തിലും പ്രവാചക തിരുമേനി സമാധാനത്തെയാണ് കാക്ഷിച്ചത് എന്നതിന് നിരവധി തെളിവുകളുണ്ട്. പിന്നീട് പ്രവാചക തിരുമേനി 10 വർഷക്കാലം ജീവിച്ചത് മദീനയിലാണ്. മദീനയിലെത്തിയപ്പോ പ്രവാചക തിരുമേനി സ്വീകരിച്ച നയനിലപാടുകൾ ലോകത്ത് ചിന്തിക്കുന്നവരുടെ മുമ്പിൽ വിസ്മയം തീർത്ത സംഭവങ്ങളുടെ പരമ്പരകളായിരുന്നു. ഇനി നമുക്ക് അതിലൂടെ ഒന്ന് കണ്ണോടിക്കാം. മക്കയിലെ പീഡനം അസഹ്യമായി. ആ അസഹ്യ പീഡനം ശുഅൈബ് അബീ ത്വാലിബിലേക്ക് കയറിപ്പോകാനും അവിടേക്കു കയറിയ പ്രവാചകരെയും അനുചരരെയും ഉപരോധത്തിലൂടെ പുറത്തു കടക്കാൻ സമ്മതിക്കാതെ ശത്രുപക്ഷം തടഞ്ഞപ്പോ ഇലകളും പുല്ലും ഭക്ഷിച്ചുകൊണ്ട് പ്രവാചക തിരുമേനിയും കൂട്ടാളികളും ജീവിതം നയിച്ചപ്പോഴും ഒരിക്കലും സമാധാന ഭംഗത്തിന് ആഹ്വാനമുണ്ടായില്ല. മക്കയിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തായിഫിലേക്ക് പോയി ഒരിക്കൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ എത്തി തായിഫിലെ നിവാസികളുടെ സ്വീകരണം തെരുവ് പിള്ളേരുടെയും ചട്ടമ്പികളുടെയും മർദ്ദനങ്ങളും കോലാഹലങ്ങളുമായിരുന്നു. ആ ശരീരത്തിൽ അവരുടെ ആക്രമണ ഫലമായി മുറിവുകളേറ്റു. ഏറ്റ മുറിവുകളിൽ നിന്ന് രക്തമൊഴുകി. പ്രവാചക തിരുമേനി ഒരിടത്ത് ഇരുന്നപ്പോ ഗബ്രിയേൽ മാലാക്ക ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു പ്രവാചകരോട്, അങ്ങയുടെ സമ്മതവും അനുമതിയുമുണ്ടെങ്കിൽ ഈ ശത്രുവിഭാഗത്തെ മുമ്പിൽ കാണുന്ന മലകൾ പറിച്ചെടുത്ത് നശിപ്പിക്കാൻ അള്ളാഹുവിന് ഉദ്ദേശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ആക്രമിച്ചവരോട് താനറിയാതെ പ്രതികാരം ചെയ്യാൻ സന്ദർഭമുണ്ടാവുകയും അത് തന്റെ പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് കണക്കുകൂട്ടുന്ന ലോകത്തിന്റെ മുമ്പിൽ സമാധാനകാംക്ഷിയായ പ്രവാചക തിരുമേനി നടത്തിയ പ്രഖ്യാപനം ആരെയും വിസ്മയം കൊള്ളിക്കും. അവർ ശത്രുക്കളാണെന്നത് നേരായിരിക്കാം. അവർ നമ്മെപ്പോലത്തെ മനുഷ്യരാണ്. ഒപ്പം ഇപ്പോൾ അല്പം വിവരക്കുറവ് അനുഭവപ്പെടുന്നവരുമാണ്. ഈ വിവരക്കുറവുള്ള ജനതയെ അള്ളാഹുവേ നീ നശിപ്പിക്കരുത് എന്നും ഇവർ ചെയ്ത അപക്വവും ആസുരവുമായ പ്രവർത്തനങ്ങൾക്ക് നീ അവർക്ക് മാപ്പു നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ദൗത്യ നിർവഹണത്തിൽ നിന്ന് പിന്മാറ്റി തിരിച്ചയച്ച പ്രവാചകൻ സമാധാനം ആഗ്രഹിച്ച പ്രവാചകനായിരുന്നു. തീരുന്നില്ല. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തപ്പെട്ട അതുല്യമായ സന്ദർഭങ്ങൾ ഉണ്ടായത് ഒന്ന് മദീനയിലാണ്. മക്കയിൽ നിന്ന് പ്രവാചകർ മദീനയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. തന്റെ പ്രവർത്തന മണ്ഡലം തൽക്കാലത്തേക്ക് മദീനയിലേക്ക് മാറ്റുന്നു. അന്ന് മദീന അറിയപ്പെട്ടിരുന്നത് യസ്രിബ് എന്ന പേരിലാണ്. യസ്രിബ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മദീനയിൽ പ്രവാചകരെത്തിയപ്പോ മദീന നിവാസികളുടെ മനസ്സ് പ്രവാചകരോടൊപ്പം സഞ്ചരിച്ചു. അവിടെയുള്ള വിശ്വാസികൾ തലഅ ചൊല്ലി പ്രവാചകരെ സ്വീകരിച്ചു. മക്കക്കാർ കൊടിയ മർദ്ദനങ്ങളിലൂടെ പ്രവാചകരെ ഉന്മൂലനം നടത്താൻ ഉദ്ദേശിച്ചപ്പോ മദീന നിവാസികൾ പ്രവാചകരെ മർഹബ പാടി തലഅ പാടി സ്വീകരിച്ച് സ്വാഗതം ചെയ്ത് കുടിയിരുത്തിയെങ്കിൽ അന്ന് മദീനയിൽ വിശ്വാസ വൈജാത്യമുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വിഷയം.
മദീനയിൽ അന്ന് മുഴുവൻ ജനങ്ങളും മുസ്ലിങ്ങളായിരുന്നില്ല. അവിടെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, യഹൂദരുണ്ടായിരുന്നു, ബഹുദൈവ ആരാധകരുണ്ടായിരുന്നു, മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. സമാധാനം ആഗ്രഹിച്ച പ്രവാചകൻ ചെയ്തത്, ജീവൻ വേണമെങ്കിൽ എന്റെ നാട്ടിൽ നിന്ന് പലായനം ചെയ്തോളൂ എന്നല്ല. റോഹിംഗ്യൻ മുസ്ലിങ്ങളോട് സമാധാനത്തിന്റെ മതമെന്ന് പേരിൽ പ്രചാരം സിദ്ധിച്ച ഇന്ത്യൻ മതമായ ബുദ്ധമതത്തിന്റെ ആളുകൾ ഇന്ന് സ്വീകരിക്കുന്ന നിലപാടുണ്ട്. അതുപോലെയായിരുന്നില്ല. ലോകചരിത്രത്തിൽ അഭിശപ്തതയുടെ പര്യായമായി വിലയിരുത്തപ്പെടുന്ന ഇസ്രയേൽ എന്ന രാജ്യം സ്വീകരിക്കുന്ന നിലപാടായിരുന്നില്ല. ജൂതരോട് പറഞ്ഞത് നാടുവിടാനല്ല, ക്രൈസ്തവരോട് പറഞ്ഞത് 24 മണിക്കൂറിനകം രാജ്യം വിടാനല്ല, ബഹുദൈവ ആരാധകരോട് പറഞ്ഞത് ജീവൻ വേണമെങ്കിൽ മദീനക്ക് അപ്പുറത്തേക്ക് താമസം മാറ്റൂ എന്നായിരുന്നില്ല. മാത്രമല്ല, സമാധാനവും നീതിയും പുലരും വിധം ഒരു ബഹുസ്വര സമൂഹത്തിന് എങ്ങനെ കഴിഞ്ഞുകൂടാനാകും എന്നതിലേക്ക് വ്യക്തമായ നിലപാട് ലോകത്തിന് രേഖാപരമായി സമർപ്പിച്ച അതുല്യനായ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ ജാനുവരി 30 ആയിരുന്നു. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ പിതാവിനെ ഇന്ത്യയിലെ ആളുകൾ കൊന്ന ദിനമാണ് ഇന്നലെ. കൊന്നവർ നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തു. വർഗീയത അതിന്റെ മൂർധന്യത്തിലെത്തിയപ്പോ യേശുവിന്റെ കൂടെ പറയപ്പെടുന്ന മഹാത്മജിക്ക് ജീവൻ നഷ്ടപ്പെട്ടുപോയി. അത് ശരിയായിരുന്നോ അല്ലയോ എന്നൊന്നുമല്ല പറഞ്ഞൊരു ചർച്ചയല്ല. ഈ മഹാത്മജിക്ക് തന്റെ രാജ്യം ബഹുസ്വരമാണ്, ഒപ്പം ഈ ബഹുസ്വരതയെ ദേശീയ ഏകതയിലൂടെ നയിക്കാൻ പോന്ന മതനിരപേക്ഷമായ രാഷ്ട്രീയ സംസ്കാരം കൊണ്ട് ഈ രാജ്യത്തെ ജനതയെ ഒന്നിച്ചു നിർത്താമെന്ന് ചരിത്രത്തിൽ പഠിപ്പിച്ച വ്യക്തി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് ഞാനൊരു മുസ്ലിമായതുകൊണ്ട്, എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളായതുകൊണ്ട്, പിറകിലിരിക്കുന്ന വ്യക്തിത്വങ്ങളിൽ 1-2 പേർ അമുസ്ലിങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു പ്രഖ്യാപനമല്ല. നോക്കൂ നിങ്ങൾ, രാജൻ ബാബുവിന്റെ ഇന്ത്യക്ക്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഇന്ത്യ, അങ്ങനെ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയുടെ ഇന്ത്യക്ക്, ആധുനിക ഇന്ത്യയുടെ പിതാവായി ശില്പിയായി പരിഗണിക്കപ്പെടുന്ന മഹാപണ്ഡിറ്റ്ജിയുടെ ഇന്ത്യക്ക് സെക്കുലറിസത്തിന്റെ ചരിത്രപാഠം, രേഖാപരമായ ചരിത്രവും പ്രായോഗികമായ അനുഭവപാഠവും സമ്മാനിച്ചത് പ്രവാചക തിരുമേനിയുടെ മദീന ഡോക്യുമെന്റാണ്. സമാധാനത്തിന് സമർപ്പിച്ച ജീവിതം. ഇതിനു മുമ്പ് ഇതുപോലെ എഴുതപ്പെട്ട ഒരു ഭരണഘടന, ഇതുപോലെ എഴുതപ്പെട്ട മതേതരമായ ഒരു കരാർ ലോകത്തിന് ലഭ്യമായിട്ടില്ല. ഹമ്മൂറാബിയുടെ ഭരണഘടനയ്ക്ക് മുമ്പ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനു മുമ്പിൽ കാണിച്ച 47-ലധികം ഖണ്ഡികകളുള്ള മദീന ഡോക്യുമെന്റ് എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയ ഈ ഡോക്യുമെന്റിലെ അനുച്ഛേദങ്ങളെ മുഴുവൻ പറയാൻ ഇവിടെ സമയമില്ല, പരിമിതികളുണ്ടായിരിക്കും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട 1-2 ഇന്ത്യ എന്ന രാജ്യത്തെ ബഹുസ്വരതയുടെ മുമ്പിലും ശിർക്കിനെ ഉന്മൂലനം ചെയ്ത് തൗഹീദ് സ്ഥാപിക്കാൻ നിയുക്തരായ പ്രവാചകർ ശിർക്ക് വെച്ച് പുലർത്തുകയും ബഹുദൈവ ആരാധന നടത്തുകയും ചെയ്ത ജനസഞ്ചയത്തിനു മുമ്പിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത വിധം വളരെ
ഭരണഘടനാപരമായ ചാരുതയും ശില്പഭംഗിയും തിണങ്ങിയ മതേതരമായ ഒരു കരാർ ലോകത്തിനു മുമ്പിൽ വെച്ചെങ്കിൽ അത് സമാധാനം എന്ന അടിസ്ഥാനം മുമ്പിൽ വെച്ചുകൊണ്ടായിരുന്നു. ജനങ്ങൾ പല ജാതിയ, അവരുടെ വിശ്വാസങ്ങൾ വിഭിന്നമാണ്. ഈ വിഭിന്നതകൾക്കും വൈജാത്യങ്ങൾക്കും മുമ്പിൽ മനുഷ്യർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ പ്രായോഗിക പദ്ധതിയും പ്രാമാണികമായ രേഖയും വെച്ചുകൊടുത്ത പ്രവാചക തിരുമേനിയെ കണ്ടപ്പോ ലോക ചരിത്രത്തിലെ പണ്ഡിതർ വിസ്മയം പൂണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ ഇപ്പോഴെടുത്തു പറയുന്ന ഒരു ചരിത്ര പ്രതിഭ, പണ്ഡിത പ്രതിഭ സർ വില്യം മൂറാണ്. വില്യം മൂറിനെ ഇങ്ങനെ വിസ്മയം കൊള്ളിച്ച, വില്യം മൂറിനെ ഇത്രമേൽ ആവേശഭരിതനാക്കിയ സംഭവങ്ങളിലൂടെ ഒന്ന് നമുക്ക് കണ്ണോടിക്കാം. 47-ലധികം ഖണ്ഡികകളുള്ള മദീന ഡോക്യുമെന്റിൽ നിന്ന് ഇപ്പോൾ ഞാൻ വായിക്കുന്ന ഒന്നാമത്തേത്, അതാ ചിലപ്പോ ഈ മതേതര ഭരണഘടനയിലെ എഴുതപ്പെട്ട കരാറിലെ ആദ്യത്തേതായി കൊള്ളണമെന്നില്ല. നമുക്കാവശ്യമുള്ള ഒരെണ്ണം ഞാൻ വായിക്കാം. മുസ്ലിങ്ങളും മദീനയിലുള്ള ക്രിസ്ത്യാനികൾ, യഹൂദർ തുടങ്ങിയ ഇതര മതസ്ഥരും ഒരൊറ്റ ജനതയായി അനുരജ്ഞനത്തോടെ കഴിയും. ഇന്ത്യയിലെ പ്ലൂരലിസത്തെ ദേശീയമായ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകജനതയുടെ ശൈലിയിലേക്ക് ഉയർത്താൻ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുമ്പം ആ ഭരണഘടനയിൽ പറഞ്ഞ അനുരജ്ഞനത്തോടെയുള്ള എന്ന പദവും വൈവിധ്യത്തെ ഉൾക്കൊള്ളാൻ പോന്ന തന്ത്രജ്ഞതയും ഒത്തിണങ്ങിയ ഒരു കരാർ ലോകചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അംബേദ്കർജിക്ക് പ്രചോദനം ലഭ്യമായത് പ്രവാചകരുടെ മദീന ഡോക്യുമെന്റിൽ നിന്നാണ് എന്ന്. ഇവിടെ നാം ചിന്തിക്കുക, ഒന്നുകൂടി വായിക്കുമ്പോൾ മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. നാം ഇന്ത്യയിലാണ്, ഇറ്റലിയിലല്ല നാം ഉള്ളത്, ഇസ്രയേലിലല്ല നാം ഉള്ളത്. അനവധി മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും പ്രാദേശിക ദേശീയതകളും ജാതീയതകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യയിലുള്ള നമുക്ക് ഇതിലെ പരാമർശം പ്രചോദനമല്ലേ? മുസ്ലിങ്ങളും മദീനയിലുള്ള ക്രിസ്ത്യാനികൾ, യഹൂദർ തുടങ്ങിയ ഇതര മതസ്ഥരും ഒരൊറ്റ ജനതയായി അനുരജ്ഞനത്തോടെ കഴിയും. ഇതൊന്നുകൂടി വിശദീകരിക്കണം. അതിന് ഞാൻ വായിക്കുന്ന രണ്ടാമത്തേത് ഉപയുക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ വിഭാഗവും, നേരത്തെ പറഞ്ഞ ജൂതരും ക്രിസ്ത്യാനികളും ബഹുദൈവാരാധകരും, ഓരോ വിഭാഗവും വിശ്വാസ ആദർശങ്ങൾ പരിരക്ഷിക്കുകയും മറ്റുള്ളവരുടേതിൽ ഇടപെടാതിരിക്കുകയും ചെയ്യും. തികഞ്ഞ മതസ്വാതന്ത്ര്യം. മതസ്വാതന്ത്ര്യം അതുതന്നെയും വ്യക്തികളിൽ മാത്രമല്ല, മറിച്ച് അത് പൊതുവായ ഒരു ബാധ്യതയായി അനുശാസിച്ച രേഖ. ആ രേഖ കാണണമെങ്കിൽ നമുക്ക് മറ്റൊന്നുകൂടി വായിച്ചു നോക്കാം. ശത്രുവിന്റെ ആക്രമണത്തിനെതിരെ ഒന്നുകൂടി വായിക്കാം. ശത്രുവിന്റെ ആക്രമണത്തിനെതിരെ ഏതു വിഭാഗത്തെയും മറ്റു വിഭാഗങ്ങൾ കൂട്ടായി സഹായിക്കും. നജ്റാനിലെ ക്രിസ്ത്യാനി വന്നിട്ട് മദീനയിലെ ക്രിസ്ത്യാനിയെ ആക്രമിച്ചാൽ, ഏതെങ്കിലും ഒരു ജൂതീയ കുന്നിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മദീനയിലെ ജൂതനെ ഏതെങ്കിലും ഒരു ജൂത സമൂഹം ആക്രമിച്ചാൽ, മദീനയിലുള്ള ബഹുദൈവ ആരാധകരെ മക്കയിലുള്ള ബഹുദൈവ ആരാധക വ്യൂഹം വന്ന് ആക്രമിച്ചാൽ, ഏതു വിഭാഗത്തെയും മറ്റു വിഭാഗങ്ങൾ കൂട്ടായി സഹായിക്കും. നോക്കൂ നിങ്ങൾ, എന്തുമാത്രം ശക്തം. അനീതിയും അക്രമവും ആരു നടത്തിയാലും, ഇനിയുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം,
അനീതിയും അക്രമവും ആരു നടത്തിയാലും മുസ്ലിങ്ങൾ അതിനെ എതിർക്കും, പ്രതിയോഗി മുസ്ലിമായാൽ പോലും. മദീനയിലെ ക്രിസ്ത്യാനിയെ ആരാക്രമിച്ചാലും, മദീനയിലെ ജൂതനെ ആരാക്രമിച്ചാലും, മുസ്ലിങ്ങളാണ് ആക്രമിച്ചതെങ്കിൽ പോലും മുസ്ലിങ്ങൾ അതിനെ എതിർക്കും. സമാധാന ജീവിതം ആഗ്രഹിക്കുന്നു മുസ്ലിങ്ങൾ. ഇതിന് പ്രാമാണികമായ പിൻബലം നൽകി, രേഖാപരമായ വ്യവസ്ഥ നൽകിയിട്ട് ലോകത്തിന് കാണിച്ചുകൊടുത്ത പ്രവാചക തിരുമേനിയുടെ 47-ലധികം ഖണ്ഡികകളുള്ള ഈ ഭരണഘടനയും കരാറും കണ്ടപ്പം ലോകം വിസ്മയം കൊണ്ടിട്ടുണ്ട്. ഏതുപോലെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനതയും ഇതര ന്യൂനപക്ഷങ്ങളും മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട അപവാദങ്ങളില്ല എന്നതല്ല പറഞ്ഞതിനർത്ഥം. ഇന്ത്യൻ ജനത ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നു. മുസ്ലിം തിരിച്ചങ്ങോട്ടും സ്വീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രവാചക തിരുമേനിയുടെ ഡോക്യുമെന്റിൽ നിന്ന് മാതൃകകളും അനുഭവ പാഠങ്ങളും പ്രചോദനങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയും ഇന്ത്യ പോലത്തെ ജനാധിപത്യ രാജ്യങ്ങളും സെക്കുലർ ചൈതന്യത്തോടുകൂടി, മതനിരപേക്ഷ സ്വഭാവത്തോടുകൂടി, മതനിരപേക്ഷ രാഷ്ട്രീയ ലൈനോടുകൂടി രാജ്യത്തെ മുൻനിർത്തുമ്പം സമാധാന പ്രവാചകൻ ലോകത്തിനു സമ്മാനിച്ച മഹത്തായ സംഭവങ്ങളിലും സംരംഭങ്ങളിലും ഒന്നാണ് ഇതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കണ്ടപ്പോഴാണ് ചരിത്ര പണ്ഡിതനായ വില്യം മൂർ വിലയിരുത്തിയത്, ഇതുപോലെ സഹിഷ്ണുതയും സൗമനസ്യവും വർണ്ണം കൊടുത്ത ഒരു ഭരണഘടനാ ശില്പം ലോക ചരിത്രത്തിൽ ഒരപൂർവതയാണ്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇനി നമുക്കൊരു വാദമുണ്ടാകാം, ഇതൊക്കെ പ്രവാചകര് സകലതും നഷ്ടപ്പെട്ട് മദീനയിൽ അഭയം പ്രാപിച്ചപ്പോ അവിടെ കാലുറക്കാനും വേരുറക്കാനും എടുത്ത ഒരു ടാക്ടിക്സിന്റെ ഭാഗമായി വിലയിരുത്തപ്പെട്ടേക്കാം. ആ വിലയിരുത്തപ്പെടൽ പൊള്ളയാണെന്നും നിരർത്ഥകമാണെന്നും തെളിയിക്കുന്നതാണ് മക്കം ഫത്ഹിലെ പ്രവാചക തിരുമേനിയുടെ നിലപാട്. എനിക്കെല്ലാം പറയാൻ സമയമില്ല, എന്റെ സമയം നിർണിതമായി. പുറകിൽ ഒരുപാട് മഹത് വ്യക്തികൾ സംസാരിക്കാനുണ്ട്, ഈ സെമിനാറിൽ ഇടപെടാനുണ്ട്, അവരുടെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും നമ്മോട് പങ്കുവെക്കാനുണ്ട്. അവർക്കു സമയം അനുവദിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഞാനൊന്ന് പറയട്ടെ, പ്രവാചകർ ജീവിച്ച കാലഘട്ടത്തിലെ രീതിശാസ്ത്രം നീതി എന്നതിനെ വിളിക്കാമോ എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെ രീതിശാസ്ത്രം എന്തായിരുന്നു? തോറ്റവർ ജയിച്ചവരുടെ അടിമകളാണ് എന്ന് ഗണിക്കുന്ന രീതിശാസ്ത്രം. തോറ്റവരുടെ സ്ഥാവരജംഗമ സ്വത്തുക്കൾ ജയിച്ചവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ആശ്വസിക്കുക മാത്രമല്ല, നടപ്പിലാക്കുകയും ചെയ്ത ഒരു ജനത. ആ ജനതയുടെ മുമ്പിൽ മക്ക വിജയനാളിൽ പ്രവാചക തിരുമേനി കാണിച്ച ഹൃദയവിശാലത, ആ ഹൃദയവിശാലത ലോക ചരിത്രത്തിൽ മുമ്പ് ആരും കാണിച്ചിട്ടില്ല. ഇന്ത്യൻ വംശജനും തമിഴനുമായ വേലുപ്പിള്ളി പ്രഭാകരൻ, പുലിപ്രഭാകരൻ, അങ്ങനെ തന്നെയല്ലേ പേര്? അങ്ങനെയല്ലേ പ്രഭാകരൻ? പ്രഭാകരന് സിംഹള തമിഴ് വംശീയതയുടെ പേരിൽ അദ്ദേഹം അവിടെ പോയത് ചെയ്യാമോ പാടുണ്ടോ ഇല്ലയോ എന്നത് വേറെ കാര്യം, ഇപ്പോൾ ചർച്ചക്കെടുക്കുന്നില്ല. പ്രഭാകരന് സിംഹള സൈന്യം വേട്ടയാടി പിടിച്ചു, നിഷ്ഠൂരമായി കൊന്നു. വാളെടുത്തവൻ വാളാലെന്ന് ആശ്വസിക്കാമായിരുന്നു. പക്ഷേ പ്രഭാകരന്റെ 8 വയസ്സും 10 വയസ്സിന് താഴെയുമുള്ള ഒരു കൊച്ചിനെയും കൂടി നിഷ്ഠൂരമായി കൊല ചെയ്തത് കണ്ടപ്പോ പിൽക്കാലത്ത് തോറ്റവരിൽ നിന്ന് അവരുടെ പേരിലോ വേരിലോ ആയി ആരെങ്കിലും അവകാശവാദങ്ങൾ ഉന്നയിച്ചു വരുന്നുവെങ്കിൽ അതിനുള്ള വഴിയടക്കുക എന്നത് ആധുനിക ലോകത്തും തുടർന്നു വരുന്ന നിലപാടാണ്.
ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിക്രീത്തിലേക്കും സിർത്തിലേക്കും ക്ഷണിക്കുകയാണ്. തിക്രീത്ത് സിർത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിടികിട്ടില്ല. അമേരിക്ക അന്യായമായി വേട്ടയാടി പിടിച്ച ഇറാഖിലെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈനെ തന്റെ ജന്മനാടായ തിക്രീത്തിൽ വെച്ചായിരുന്നു അമേരിക്കൻ സേന പിടികൂടിയത്. ലിബിയയിലെ മുഅമ്മർ ഖദ്ദാഫിയെ തന്റെ സിർത്തെന്ന പ്രദേശത്ത് വെച്ചായിരുന്നു അമേരിക്കൻ സേന പിടികൂടിയത്. എന്നിട്ടോ രണ്ടാളെയും ക്രൂരമായി പോയി. ഒരാളിനെ നൂരിയൽ മാലിക്കിയുടെ പാവ ഗവൺമെന്റിന്റെ മുമ്പിൽ പ്രഹസനപരമായ വിചാരണ നടത്തിയിട്ട് ബലിപെരുന്നാളിന്റെ അന്നോ തലേന്നാളോ ആയിട്ട് തൂക്കിക്കൊന്നു. മറ്റൊരാളെ പിടിച്ച ഉടനെ നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്നു. അവിടെ നിൽക്കുന്നില്ല ക്രൂരത. സദ്ദാമിന്റെ കുടുംബത്തോടും ഖദ്ദാഫിയുടെ കുടുംബത്തോടും ആധുനിക ലോകത്തെ ഭരണകൂടങ്ങളും വ്യവസ്ഥിതികളും കാണിച്ച നിലപാടെന്തായിരുന്നു നാം ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോ ചില കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ വരികയാണ്. മക്കയിൽ എല്ലാവരും പ്രവാചകന് കീഴൊതുങ്ങുന്നു. ആ യുദ്ധം തന്നെയും സമാധാന പ്രഖ്യാപനമായിരുന്നു. ഒരാളിന്റെ ഒരിറ്റു രക്തവും മണ്ണിൽ വീണില്ല. എല്ലാവർക്കും രക്ഷപ്പെടാൻ പഴുതുകൊടുത്തു. ആദ്യം പ്രഖ്യാപനം വരുന്നു. യുദ്ധമനസ്സില്ലാതെ ആയുധം താഴെ വെച്ച് കഅബാലയത്തിൽ അഭയം പ്രാപിക്കുക. ഒരു യുദ്ധ സന്ദർഭത്തിൽ എല്ലാവർക്കും അത് സാധിക്കില്ല. അതുകൊണ്ട് പറഞ്ഞു, മക്കയിൽ ഒരു പ്രമാണിയുണ്ട്. ആ പ്രമാണി അന്ന് അവിശ്വാസിയാണ്. പേര് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്നാണ്. അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചുള്ള. അവിടെയും തീർന്നില്ല. എല്ലാവർക്കും അബൂ സുഫിയാന്റെ വീട്ടിലെത്താനാകുമോ? മക്ക നിവാസികളോട് മുഴുക്കെ ഒരു പ്രഖ്യാപനം. ആയുധം താഴെ വെച്ച് യുദ്ധക്കൊതിയില്ലാതെ അവനവന്റെ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന ആളുകൾക്കും സുരക്ഷയുണ്ട്. ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? സമാധാനത്തിന്റെ പ്രവാചകൻ. ഒരു തുള്ളി രക്തം വീഴ്ത്താതെ, അതും ക്രൂരരായ അറബികളുടെ മുമ്പിൽ ഒരു തുള്ളി രക്തം വീഴ്ത്താതെ മക്കയെ വിജയിപ്പിച്ചെടുത്തപ്പം ആ വിജയത്തിൽ പ്രവാചക പക്ഷത്ത് ആഹ്ലാദം അലവല്ലുമ്പോ ശത്രുപക്ഷത്ത് വമ്പിച്ച ആശങ്കയായിരുന്നു നിലനിന്നിരുന്നത്. അവര് പറയുകയാ, ഞങ്ങളുടെ സ്ഥിതി എന്ത്? ഞങ്ങളുടെ തല ഇപ്പൊ പോകും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും, ഞങ്ങളുടെ ഭാര്യമാർ നശിപ്പിക്കപ്പെടും, ഞങ്ങളുടെ സ്വത്തുവകകൾ മുഴുവൻ പിടിച്ചെടുക്കപ്പെടും, ഞങ്ങൾക്കിനി ജീവിതമില്ല. ഇങ്ങനെ വിചാരിച്ച് വേപതു പൂണ്ടു ആലിലെ പോലെ ഈ ഡെക്കറേഷൻ കടലാസ് പോലെ വിറച്ചുകൊണ്ടിരിക്കുന്ന ശത്രുപക്ഷത്തിന്റെ മുമ്പിലേക്ക് പ്രവാചകരോടൊപ്പം യുദ്ധത്തിന് വന്ന അനുയായി വൃന്ദങ്ങളിൽ ചിലർക്കെങ്കിലും പണ്ടത്തേതിന് കണക്കു തീർക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹമുള്ള വിശ്വാസി കൂട്ടത്തിലെ ചിലരെയും പ്രവാചകർ പരാജയപ്പെടുത്തുന്നു നിലപാടുകൊണ്ട്. മുമ്പിൽ ആലില പോലെ വിറച്ചുകൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോടൊരു പ്രതികാരവുമില്ല, നിങ്ങളുടെ ഒരാളോടും ഒരു പ്രതികാരവും ഇന്നില്ല. എന്നിട്ടുണ്ടോ ഇവർക്ക് സമാധാനം വരുന്നു? വിധി അറിയാൻ താമസിച്ചപ്പം മോഹനം മാഷയ്ക്ക് മോഹാലസ്യമുണ്ടായി എന്ന് നമ്മൾ ഈയിടെ വായിച്ചു. എല്ലാവർക്കും വലിയ വേവലാതി, എല്ലാവരുടെയും മനസ്സിൽ ആശങ്കകളുടെ കടലിരമ്പം. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന് പ്രതികാരമില്ല. അപ്പൊ അവർക്ക് തോന്നി നാളെ ഉണ്ടാകും. ഞങ്ങളുടെ സ്വത്തുക്കൾ എന്താകും, തലകൾ എന്താകും എന്ന കാര്യത്തിൽ, വസ്തുവകകൾ എന്താകും, സന്താനങ്ങൾ എന്താകും എന്ന കാര്യത്തിൽ അവർക്ക് ആശങ്ക. അപ്പോഴാ നബി തങ്ങൾ പറഞ്ഞത്, ഇദ്ഹബൂ, പോയിക്കോ എല്ലാവരും. അന്നേരത്തും അവരിൽ ആശങ്കകൾ ബാക്കിയുണ്ട്. ഞങ്ങൾ വെറും കയ്യോടുകൂടി മടങ്ങുകയാണോ? ഞങ്ങൾ അഭയാർത്ഥികളാണ്. ഞങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഞങ്ങളുടെ കച്ചവട വ്യാപാര കാർഷിക വൃത്തികളിലേക്ക് ഞങ്ങൾക്കിനി തിരിച്ചു പോകാൻ പറ്റുമോ? ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമോ?
അപ്പോഴാണ് പ്രവാചക തിരുമേനിയുടെ പ്രഖ്യാപനം പിന്നെ വരുന്നു, ഉടനെ വരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ തെറ്റാ. ഇദ്ഹബൂ വഅൻതുമു തുലഖാ, നിങ്ങളൊക്കെ സ്വതന്ത്രരായി പിരിഞ്ഞു പോകണം. യുദ്ധം ജയിച്ച എന്റെയും കൂട്ടുകാരുടെയും അടിമകളല്ല നിങ്ങൾ. നിങ്ങളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ അവകാശം നിങ്ങളിലാണ്. നിങ്ങളെ ആരും ആക്രമിക്കില്ല. സ്വതന്ത്രരായി പിരിഞ്ഞു പോവുക. ഇനി നോക്കൂ, നിങ്ങൾ മദീനയിലുണ്ടാക്കിയ ഡോക്യുമെന്റ് മക്കയിലെ വിജയ ആഹ്ലാദലഹരിയിൽ ശത്രുപക്ഷത്തോട് പാലിക്കുന്നതിൽ സമാധാന പ്രവാചകൻ ലോകത്തിനു മാതൃകയായോ ഇല്ലയോ? ഇത്രയേ എനിക്ക് ഈ സദസ്സിൽ നിന്നറിയേണ്ടതുള്ളൂ. നാം ചിന്തിക്കുക. അവിടെ തീർന്നോ പ്രവാചകര്? തന്റെ പ്രബോധന ദൗത്യ നിർവഹണങ്ങളുടെ പ്രാരംഭഘട്ടം മുതൽ മക്കയിലെ 40 വർഷക്കാലത്തെയും 13 വർഷക്കാലത്തെയും ജീവിതത്തിനു ശേഷം മദീനയിലെ 10 വർഷക്കാലത്തെ ജീവിത സന്ദർഭം, ഈ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി ലോകത്തിനു നൽകിയ സമാധാനത്തിന്റെ സന്ദേശം വായിക്കപ്പെട്ടിട്ട് അപ്പോ നമ്മുടെ മനസ്സിലെ വർഗീയ ചിന്തകളും വിധ്വംസക പ്രവർത്തനങ്ങളും അസമാധാന വേലിയേറ്റങ്ങളും നശിക്കും. പ്രവാചകർ പഠിപ്പിച്ചത് സമാധാനത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ചാണ്. അവസാനത്തെ ഹജ്ജ് വേളയിൽ മദീനയിലും അറഫയിലും മിനയിലുമായി പ്രവാചക തിരുമേനി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ആദ്യത്തെ നിലപാടിനെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞുകൊടുത്തു, ഇന്ന അബാക്കും വാഹിദ്, ഇന്ന റബ്ബക്കും വാഹിദുൻ വ ഇന്ന അബാക്കും വാഹിദ്, കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അബിയദ അലാ അസ്വദ് ഇലാ ആഖിരിൽ ഹദീസ്. നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്, അല്ലാഹു ഒന്നാണ്. നിങ്ങളുടെ പിതാവും ഒന്നാണ്. ആ പിതാവ് ആദമാണ്. ആദമിന്റെ സൃഷ്ടിപ്പിന് ഉപയോഗപ്പെടുത്തിയ അടിസ്ഥാന മൂലകം മണ്ണാണ്. അതുകൊണ്ട് വംശവെറിയുടെയോ ആഭിജാത്യ ചിന്തയുടെയോ അടിസ്ഥാനത്തിൽ കറുത്തവനോടുള്ള അപാർത്തീഡിന്റെ ഭാഗമായി അറബികൾക്ക് തങ്ങളാണ് ഖുറൈശികൾ എന്ന ചിന്തയുടെ ഭാഗമായി അനറബികളോട്, വെളുത്തവർക്ക് കറുത്തവരോട് അവരുടെ മേൽ അധീശത്വം സ്ഥാപിക്കാൻ പോന്ന ഒരു ഘടകവും നിലനിൽക്കുന്നില്ല എന്ന് സമാധാനത്തിന്റെ പ്രവാചകൻ പറഞ്ഞു. അവസാനം പ്രവാചക തിരുമേനി വ്യത്യസ്തമാം വിധം ഒരു സന്ദേശം ലോകത്തിന് നൽകി. ഗാന്ധിജി തന്റെ ജീവിതമാണ് തന്റെ സന്ദേശം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ പല മഹൽ വ്യക്തികളും ജീവിതത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രവാചകരും പറഞ്ഞു, ഹയാത്തി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഗുണപ്രദമാണ്. അതെല്ലാവരും പറഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ ലോക ചരിത്രത്തിൽ ഒരു നേതാവും പറയാത്ത വമമാതി ഖൈറുൽ ലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഉത്തമമാണ് എന്ന് പ്രവാചക തിരുമേനിയുടെ അധ്യാപനമുണ്ട്. ആ അധ്യാപനത്തിലെ ആശയത്തെ വ്യക്തമാക്കാൻ വേണ്ടി അവിടുന്ന് പറഞ്ഞു, വതുഉറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ പ്രവൃത്തികളും കർമ്മങ്ങളും അത്രയും എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. എന്നിട്ടോ കാരുണ്യത്തിന്റെ പ്രവാചകൻ മരണത്തിനു ശേഷവും കാരുണ്യവും സ്നേഹവും സമൂഹത്തിന് സമാധാനവും ചൊരിഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, എന്റെ ഉമ്മത്തിലെ ആരെങ്കിലും നല്ലതു ചെയ്തത് എന്റെ മുമ്പിലെത്തിയാൽ ആ നല്ലതു ചെയ്യാൻ അവസരം തന്ന സ്രഷ്ടാവിനെ ഹമിത്തുല്ലാഹ്, അല്ലാഹുവെ ഞാൻ സ്തുതിക്കും. ഇനി എന്റെ കൂട്ടത്തിലെ ആരെങ്കിലും തിന്മ ചെയ്തത് എന്റെ മുമ്പിലെത്തിയാൽ ഞാൻ അവരെ അകറ്റുകയല്ല, മറിച്ച് അവർക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടും. വിധങ്ങൾ പൊറുക്കലിനെ തേടിയാലോ? ഖുർആൻ പറഞ്ഞു, വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക എന്ന് തുടങ്ങുന്ന സൂക്തത്തിന്റെ അവസാനത്തിൽ
തെറ്റു ചെയ്തവരും പാപകികളുമായ ആളുകൾ അങ്ങയുടെ മുമ്പിലെത്തിയിട്ട് മാപ്പും കേണും അപേക്ഷ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുകയും അവരല്ലാഹുവോട് പൊറുക്കലിനെ തേടുകയും ഈ പാതകികൾക്ക് വേണ്ടി അങ്ങ് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ എന്തു സംഭവിക്കും? ലവജദുല്ലാഹ തവ്വാബർ റഹീമ. സ്രഷ്ടാവായ അല്ലാഹുവെ പശ്ചാത്താപം സ്വീകരിക്കുന്ന അത്യുദാരനായും കാരുണ്യം ചൊരിയുന്ന വാരിധിയായും കാണാനാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ മരണം എങ്ങനെയാണ് പ്രവാചക തിരുമേനിയുടെ മരണം അനുഗ്രഹമായത് എന്നത് മനസ്സിലാക്കുക. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അവാന്തര ചിന്താ പ്രസ്ഥാനങ്ങളുണ്ട്. അവരുടെ നിലപാടുകൾ ഇവിടെ വിചിത്രമാണ്. അവർ പ്രവാചകരെ കൊച്ചാക്കി കാണിക്കുന്നു. കേവലം 23 വർഷക്കാലത്തേക്ക് കരാറാടിസ്ഥാനത്തിൽ നിയുക്തനായ ഒരു പ്രബോധകൻ എന്ന അവസ്ഥയിലേക്ക് പ്രവാചകരെ പരിമിതപ്പെടുത്തുമ്പം ലോകത്തിന് വെളിച്ചം വീശുകയും ലോകത്തിന് മുഴുക്കെയുള്ള പ്രവാചകരാണ്, സമാധാനത്തിന്റെ ദൂതരാണ്, തിരുനബി എന്ന സന്ദേശത്തിന്റെ കടക്കലാണ് അവാന്തര വിഭാഗങ്ങൾ കത്തിവെക്കുന്നത്. പ്രവാചകർ സ്നേഹം പഠിപ്പിച്ചു സമാധാനത്തിന് വേണ്ടി, സഹിഷ്ണുത പഠിപ്പിച്ചു സമാധാനത്തിന് വേണ്ടി. ലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ. എനിക്കറിയില്ല പണിക്കർ സാറുടെ ഈശ്വരീയ ചിന്ത എന്താണ്, എനിക്കറിയില്ല. ഞാൻ എന്റെ ഊഹം വെച്ച് പറയാം, എന്റേതല്ലെന്ന് തോന്നുന്നു. പണിക്കർ സാറുടെ ആരാധനാമൂർത്തികളെ ഞാൻ ചീത്ത വിളിക്കാൻ പോകരുത്. എന്താ ഞാൻ ചീത്ത വിളിച്ചാലുള്ള കുഴപ്പം? പണിക്കർ സാറിന്റെയും ആളുകളും ഇങ്ങോട്ടും ചീത്ത വിളിക്കാൻ വരും. ചീത്തയും വിദ്വേഷവും സംഘർഷമുണ്ടാക്കും, സമാധാനം തകർക്കും. സമാധാനം തകർക്കുന്നിടത്ത് വ്യാവസായിക വികസനവും കാർഷിക വികസനവും സമാധാന ജീവിതവും അന്യമായിരിക്കും. അതുകൊണ്ട് സഹിഷ്ണുതയോടുകൂടി അന്യരുടെ ഈശ്വരീയ സങ്കല്പങ്ങളെ അവഹേളിക്കാനോ ചീത്ത പറയാനോ പോകരുത്. സംഘടനാപരമായ വ്യത്യാസങ്ങളുണ്ടാകും, ആദർശപരമായ വ്യത്യാസങ്ങളുണ്ടാകും, മൂർത്തി സങ്കല്പങ്ങളിലെ വൈജാത്യങ്ങളുണ്ടാകും. ഈ വൈജാത്യങ്ങളൊന്നും നിങ്ങളുടെ സമാധാന ജീവിതത്തെ തകർക്കാൻ ഇടവരരുതെന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചു. അതുകൊണ്ട് പറഞ്ഞു അഹിബ്ബലിന്നാസ്, ജനങ്ങൾക്കൊക്കെ. അത് പണിക്കർ സാറായാലും കുഴപ്പമില്ല, പ്രേമം മാസ്റ്റർ ആയാലും കുഴപ്പമില്ല, വഹാബ് സാറായാലും കുഴപ്പമില്ല, അനിൽകുമാർ എന്ന മന്ത്രിയായാലും കുഴപ്പമില്ല, മുനവ്വർ അലി ശിഹാബ് എന്ന് പറയുന്ന സയ്യിദായാലും കുഴപ്പമില്ല. അഹിബ്ബലിന്നാസ്, എല്ലാവർക്കും നന്മയും സ്നേഹവും സമാധാനവും പകർന്നു നൽകുക. അങ്ങനെ നൽകിയാൽ തെക്കുൻ മുഅ്മിന, നീ മുഅ്മിനാകൂ. അപ്പോഴേ മുഅ്മിനാകൂ. മുഅ്മിനായെങ്കിലേ മോക്ഷം ഉണ്ടാകൂ. മോക്ഷം നരകം കാണാതെയുള്ള സ്വർഗപ്രവേശമാണ്. ആ മോക്ഷം ലഭ്യമാകണമെങ്കിൽ ജനങ്ങൾക്ക് സമാധാനവും ജനങ്ങൾക്ക് സ്നേഹവും ജനങ്ങൾക്ക് സുഭഗതയും നൽകണം. ഇനി ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ നിലപാടുകൾ ഇതിന് ഉപയുക്തമാണോ? സംഘടനാപരമായ വ്യത്യാസങ്ങളുണ്ട്, ഉണ്ടാകുമെന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്. എന്റെ ശേഷം ജീവിക്കാൻ ഇടവരുന്ന നിങ്ങൾക്ക് മുഴുവൻ ഫസയറഖ്തിലാഫൻ കസീറ, അഭിപ്രായ ഭിന്നതകളുടെ വേലിയേറ്റം കാണാനാകും. അങ്ങനെ കണ്ട് നിങ്ങൾ നിസ്സംഗരായി നോക്കി നിൽക്കുകയല്ല വേണ്ടത്. ആ അഭിപ്രായ വേലിയേറ്റങ്ങൾക്ക് നടുവിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന രീതി ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനിൽ മഹ്ദിയീൻ, എന്റെയും എന്റെ അനുചര പ്രമുഖരായ ഖുലഫാഉർ റാഷിദുകളുടെയും ചര്യയെ നിങ്ങൾ അങ്ങനെ സ്വീകരിക്കുമ്പോൾ നാം ചിന്തിക്കുക, കല്ലാങ്കുഴിയിലെ അംസയെയും നൂറുദ്ദീനെയും വെട്ടിക്കൊന്നത് ശരിയായിരുന്നോ? മാഷിനറിയോന്നറിയില്ല. എളങ്കൂറിലെ അബുവാജിയെ തല്ലിക്കൊന്നത് ശരിയായിരുന്നോ? വഹാബ് സാറിനറിയാം. കുണ്ടൂരിലെ കുഞ്ഞുവേയും
അമ്പലക്കണ്ടിയിലെ അബ്ദുൽ ഖാദറെയും, കിടങ്ങയത്തെ കുട്ടിക്കയെയും, കുറ്റിമൂച്ചിയിലെ അബ്ദുക്കയെയും കൊന്നത്, പേപ്പട്ടിയെപ്പോലെ കൊന്നത്, കമ്പി അടിച്ചു താഴ്ത്തി കൊന്നത് ശരിയായിരുന്നു. നാം മതത്തെ അവഹേളിക്കുകയാണ്. ഇതൊന്നും ചെയ്തത് മതത്തിന്റെ ആളുകളെന്ന് പറയുന്നവരുടെ പുറത്തുള്ളവരല്ല, മതവൃത്തത്തിനകത്തുള്ള ആളുകളാണ്. ഇതിന്റെ പാപഭാരം എത്രയെന്ന് ഞാനിപ്പം പറയുന്നില്ല. നിലപാടുകളിൽ സമാധാനം ആഗ്രഹിക്കുക. സംഘടനകൾ പലതും തിരുത്തേണ്ടതുണ്ട്. മതത്തിലെ അവാന്തര വിഭാഗങ്ങളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി. തിരുത്തേണ്ടതുണ്ട്. അവരുടെ നിലപാടുകളെപ്പറ്റി കേരള ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് വന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങളും എന്നെ പോലെ വായിച്ചതാണ്. ഇന്നത്തെ പത്രത്തിലും വായിച്ചു. മുതിയുർ റഹ്മാൻ നിസാമി എന്ന് പറയുന്ന ജമാഅത്ത് നേതാവിനെ ബംഗ്ലാദേശിൽ ആയുധ കച്ചവടത്തിന്റെയും തിരിമറിയുടെയും പേരിൽ പിടിക്കപ്പെട്ടു വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടെന്ന്. കുറച്ചു മുമ്പ് ബംഗ്ലാദേശ് വിമോചനകാലത്ത് സ്വീകരിച്ച നിലപാട് ദേശവിരുദ്ധമായ നിലപാടായതുകൊണ്ട് കുറ്റം ചുമത്തി ഖാദിർ മുല്ല എന്ന് പറയുന്ന ജമാഅത്ത് ലീഡറെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും നടപ്പാക്കുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ രണ്ടിടത്തുണ്ട് ഇസ്ലാം. ജമാഅത്തിലുണ്ട്, ഇസ്ലാമിലുണ്ട്. അവരെ നോക്കിയിട്ട് ലോകം ഇസ്ലാമിനെ കാണുമ്പോൾ, ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടപ്പോൾ ജമാഅത്തിന്റെ പ്രവർത്തകർ ബംഗ്ലാദേശിൽ തെരുവിലിറങ്ങിയെന്ന് മാത്രമല്ല, വിധിച്ച ജഡ്ജിമാരെയും വിധിക്കാനിരിക്കുന്ന ജസ്റ്റിസുമാരെയും വീടുകളിൽ പോയി തപ്പിപ്പിടിച്ചിട്ട് പരസ്യമായി നിഷ്ഠൂരമാം വിധം വധിച്ചെങ്കിൽ മതം അപഹസിക്കപ്പെടുകയാണ്. ഞാൻ നീട്ടുന്നില്ല. ഈജിപ്തിൽ മുർസി സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. സ്വാഭാവികമാണ്, അധികാരത്തിലേക്ക് വരലും പോക്കും. ഷീലാ ദീക്ഷിത് ഇന്ന് ദില്ലിയിലെ അധികാരത്തിലില്ല. കെജ്രിവാൾ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ ലീഡറാണ് ഇന്ന് ദില്ലിയുടെ മുഖ്യമന്ത്രി. നാളെ ആരാകുമെന്ന് പറഞ്ഞുകൂടാ. ആരോ ആകട്ടെ, അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട നിലപാടും അധികാരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടും രണ്ടും മനുഷ്യോചിതമായിരിക്കണം. ഇഖ്വാനുൽ മുസ്ലിമൂനിലും നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ശബ്ദം സന്നിവേശിച്ചിട്ടുണ്ട്. ഈ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആളുകൾ തെരുവിലിറങ്ങിയിട്ട് ഇസ്ലാമിക് പാർട്ടി എന്ന രൂപത്തിൽ തെരുവ് യുദ്ധം നടത്തുമ്പോൾ മതം അപഹസിക്കപ്പെടുകയാണ്. നിലപാട് മാറ്റേണ്ടതുണ്ട്. സംഘർഷത്തിന്റെ വഴിയിലേക്ക് മുജാഹിദ് വിഭാഗം പോകരുത്. ടി പി അബ്ദുള്ള മദനി മുജാഹിദ് വിഭാഗങ്ങളിൽ ഒന്നിന്റെ ലീഡറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘടനയിലെ യുവജന വിഭാഗം അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിൽ ഒരു പ്രമേയം പാസാക്കുകയും പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്ത് പത്രത്തിൽ വായിക്കാനിടയായി. മതഘോഷയാത്രകൾ നിയമം മൂലം നിരോധിക്കണം. സമാധാന ജീവിതത്തെ തകർക്കും വിധവും സൗമ്യവും സുന്ദരവുമായ സാമൂഹ്യ സഹവർത്തിത്വത്തെ തകർക്കും വിധവുമുള്ള പാരസ്പര്യ ബന്ധങ്ങൾക്ക് വിരുദ്ധമായ നിലപാടിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിനോടുള്ള വിരോധത്തിന്റെ അടിസ്ഥാനത്തിലും മീലാദാഘോഷങ്ങളോടും ഘോഷയാത്രകളോടുമുള്ള വിരോധത്തിന്റെ പേരിലും മൗലവി സാഹിബിനെ പോലോത്തവരും അവരുടെ സംഘടനകളും പ്രസ്താവന പുറപ്പെടുവിക്കുമ്പോൾ സംഭവിക്കുക മതസംഘർഷമായിരിക്കും. ഇതൊന്നും ഇസ്ലാമിന്റെ ശബ്ദമല്ലെന്ന് ലഭ്യമായ പ്രേമം മാസ്റ്ററെയും RS പണിക്കർ സാറേയും മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയും. ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ ഇത്തിക്കണ്ണികളുണ്ട്. ആൾബലമോ അംഗബലമോ ഒന്നും അവർക്കില്ല. കുശുമ്പും കുന്നായ്മയും ഉണ്ടായിരിക്കും, വൈകൃതവും മതവിരുദ്ധതയും ഉണ്ടായിരിക്കും. അവർക്ക് പത്രങ്ങളിലൊക്കെ സ്ഥാനം കിട്ടും. പത്രങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയേണ്ടതുണ്ട്. TP വധത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലേറ്റ 51 വെട്ടുകളെപ്പറ്റി മീഡിയ ലോകം വളരെ നന്നായി വിചാരണ ചെയ്തു. സന്തോഷം. കല്ലാങ്കുഴിയിൽ കൊല ചെയ്യപ്പെട്ട, മണ്ണാർക്കാട്ട് കൊല ചെയ്യപ്പെട്ട SYSന്റെ 2 പ്രവർത്തകരിൽ ഒരാളുടെ ശരീരത്തിൽ 37 വെട്ടുണ്ടായിട്ട് മീഡിയകൾ അതൊന്നും കാണാതെ പോയതിലെ അവിശുദ്ധ ബാന്ധവത്തെപ്പറ്റിയും പക്ഷപാതപരമായ അധിക്ഷേപാർഹമായ നിലപാടിനെ പറ്റിയുമാണ് ഞാൻ പരാമർശിക്കുന്നത്. അങ്ങനെ പാടില്ലായിരുന്നു.
ഭരണകൂടങ്ങളും അതിന്റെ നിലപാട് നന്നായി സ്വീകരിക്കേണ്ടതുണ്ട്. UPA ഗവൺമെന്റ് ദില്ലി സുപ്രീം കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും വിധിയില് നിയമം മൂലം അത് മറികടക്കാനുള്ള ഒരു ശ്രമത്തിലാണെന്ന് പത്രദ്വാര മനസ്സിലാക്കാനായി. UPA ഗവൺമെന്റ് ശ്രമത്തിൽ നിന്ന് പിന്മാറണം. സ്വവർഗരതി അനുവദനീയമാക്കണമെന്നാണ് ഒരു കൂട്ടരുടെ വാദം. നിലവിലെ നിയമങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് സുപ്രീം കോടതി രണ്ടു വിധിയിലും പറഞ്ഞു സ്വവർഗാനുരാഗവും രതിയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ കുറ്റകരമാണ്. നിയമം നിർമ്മിക്കണം ജനങ്ങൾക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി. ജനങ്ങൾ നിലനിൽക്കുമോ സ്വവർഗാനുരാഗികളുടെ എണ്ണം കൂടിയാൽ? ഇന്ത്യയിൽ 130 കോടി ജനങ്ങളുണ്ട്, ചൈനയിൽ അത് 150 കോടിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ഈ 150 കോടിയൊക്കെ 130 കോടിയൊക്കെ വളരെ വേഗം തിരോഭവിക്കും. പുതിയ തലമുറ ജനിക്കാൻ പോന്ന ദാമ്പത്യ ബന്ധത്തിന്റെ ഊഷ്മളത ഭൂമിയിൽ നിലനിൽക്കുമ്പോഴേ പുതിയ തലമുറകൾക്ക് ജനനവും ജന്മവും ഉണ്ടാകൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് വേണം മനുഷ്യപക്ഷത്ത് നിൽക്കേണ്ടുന്ന സർക്കാരുകൾ നിയമനിർമ്മാണം നടത്താൻ. എന്തെങ്കിലും നിയമം നിർമ്മിച്ചുകൂടാ. അതുകൊണ്ട് ഞാൻ അവസാനമായ ഒരു കാര്യം പറയട്ടെ. പ്രവാചക തിരുമേനി ലോകത്തിന്റെ മുമ്പിൽ കാണിച്ച നീതിയുടെ, സമാധാനത്തിന്റെ മാതൃക, സമഗ്ര വിപ്ലവത്തിന്റെ മാതൃക ലോകത്തിന് പ്രചോദനമാണ്, വിമർശകർക്ക് പ്രചോദനമാണ്, അനുയായികൾക്കും പ്രചോദനമാണ്. പക്ഷേ അനുയായികൾ അപക്വമായ നിലപാട് സ്വീകരിക്കരുത്. ന്യൂമാൻ കോളേജിലെ മാഷ്, ഒരധ്യാപകൻ, ഒരു പ്രൊഫസർ, ഒരു ഗുരു എന്ന നിലവാരം വിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹം ചോദ്യം ഉണ്ടാക്കുമ്പം കൃഷ്ണനെയും ക്രിസ്തുവെയും മുഹമ്മദ് നബിയെയും മഹാത്മജിയെയും ഒക്കെ ഒഴിവാക്കേണ്ടത്. ഇനി ഉൾക്കൊള്ളിക്കണമെങ്കിൽ അനുഗുണമാംവിധം അഭികാമ്യമാംവിധം അദ്ദേഹത്തിന് ഉൾപ്പെടുത്താം. പ്രവാചകരെ അപകീർത്തിപ്പെടുത്തും വിധം അദ്ദേഹം ചോദ്യാവലിയുണ്ടാക്കി. അദ്ദേഹം ചെയ്യരുതായിരുന്നു. പക്ഷേ ആ ചോദ്യാവലി എഴുതിയ കൈകളെ വെട്ടാൻ ഒരു വ്യക്തിക്കോ ഒരു സംഘടനക്കോ മതപരമോ ഇന്ത്യൻ ശാസ്ത്രമനുസരിച്ചോ യാതൊരു അവകാശവുമില്ല. മാഷിനെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാമായിരുന്നു. നിയമത്തിന് മുമ്പിൽ ആരൊക്കെ ഹാജരായി എന്നറിയും നിങ്ങൾക്ക്? ഓണംപള്ളിയില്, ഓണപ്പറമ്പില് മദ്രസ കത്തിച്ച 6 പേരും നിയമത്തിന്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. പാറാട്ട് ബോംബ് നിർമ്മിച്ച കുറ്റവാളികൾ മുഴുവൻ നിയമത്തിന്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ശ്രീമതി ഗാന്ധി തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. കുന്തം ചരിച്ചിടുക എന്ന നാടൻ പ്രയോഗം അപൂർവമായി നീതി വിചാരത്തിലും ശിക്ഷാവിധികളിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെയും കോർട്ടിലും ഫ്ലോറിലും ന്യായം തെളിയിക്കപ്പെടുന്നിടത്ത് വാദികളോ പ്രതികളോ പ്രോസിക്യൂഷനോ ഒക്കെ പരാജയപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് സമാധാന ജീവിതം ആഗ്രഹിക്കുക. മുസ്ലിങ്ങൾ പ്രവാചകരെ മാതൃകയായി സ്വീകരിക്കുക. പ്രവാചക തിരുമേനിയുടെ അധ്യാപനങ്ങളെ ഉൾക്കൊള്ളുക. അങ്ങനെ ഉൾക്കൊള്ളുമ്പം അവിടുന്ന് കാണിച്ച ഒരു മഹത് ആശയം, ശത്രുവിന് പോലും ജീവിക്കാൻ അവകാശമുണ്ട്. മദീനയിൽ അങ്ങനെയാ പറഞ്ഞത്, മക്കം ഫത്തയിൽ അങ്ങനെയാ പറഞ്ഞത്, ഹജ്ജത്തുൽ വിദായിൽ അങ്ങനെയാ പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്, പ്രവാചക ചര്യകൾ അങ്ങനെയാ പറഞ്ഞത്. മാഷിനറിയാമല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിമിനും അറിയാം, ഹിന്ദുവിനും അറിയാം. ഈ മഹത്വാക്യത്തിൽ അള്ളാഹുവിന് 2 വർണ്ണനകളുണ്ട്. ഒന്നാമത്തെ വർണ്ണനയുടെ സാരാംശം ഇങ്ങനെ സംഗ്രഹിക്കാം: വിശ്വാസാവിശ്വാസ വ്യത്യാസമില്ലാതെ സകലോർക്കും ഭൂമിയിൽ ഗുണം ചെയ്യുന്ന തമ്പുരാനെന്നാണ് റഹ്മാൻ എന്ന വിശേഷണ പദത്തിന്റെ അർത്ഥമെങ്കിൽ, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിൽപ്പെട്ടതാണെങ്കിൽ, അള്ളാഹുവിന്റെ ഉന്നതമായ പേരുകളിലൊന്നാണെങ്കിൽ, വിശ്വാസ വൈജാത്യത്തോടുകൂടി ഭൂമിയിൽ നിലനിൽക്കാൻ ഏവർക്കും അവകാശമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുക. ഈ യാഥാർത്ഥ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് പ്രവാചകർ അവസാന സമയം വരെയും പോരാടിയത്. പിന്നെ പ്രവാചകരുടെ യുദ്ധനീതിയുണ്ടായിരുന്നു, യുദ്ധസമാധാനമുണ്ടായിരുന്നു. പറയാൻ എന്റെ മുമ്പിൽ സമയമില്ല.
ഒറ്റ വാക്ക് പറയാം. UN ചാർട്ടറിലെ യുദ്ധ നിയമങ്ങളും ഇസ്ലാമിക സംഹിതകളിലെ 24-ലധികം വരുന്ന യുദ്ധ നിയമങ്ങളും ചേർത്തു നോക്കുമ്പോ UN ചാർട്ടറിൽ 7 ഇസ്ലാമിന്റെ നിയമങ്ങളോടൊപ്പം നിൽക്കുമ്പം ബാക്കിയുള്ള എല്ലാറ്റിലും ഇസ്ലാമിക സംഹിത ബഹുദൂരം മുമ്പിലാണ്. ഇത് സമാധാന ജീവിതത്തെയും നീതിനിഷ്ഠമായ സമൂഹ സൃഷ്ടിയെയും സംസ്കാര സമ്പന്നമായ ഒരു പശ്ചാത്തല പരിസരത്തെയും സൃഷ്ടിച്ച പ്രവാചകർ കാണിച്ച വിപ്ലവമാണ് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയിട്ട് സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി എന്ന സ്വലാത്ത് ഉരുവിട്ട് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുമെന്ന പ്രത്യാശയിൽ സമായി. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ വൈക്കാട്ട് ബാലകൃഷ്ണൻ, INL സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ AP അബ്ദുൽ വഹാബ് മാഷെ എന്നെ പ്രശംസിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൻ നബിയിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സമാദരണീയരായ വ്യക്തികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹൃദയരെ, സുഹൃത്തുക്കളെ, വളരെ ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ, ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ, ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം എല്ലാവരുടെയും മേൽ സദാ ഉണ്ടാകുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാത്തമായ ജീവിത പാഠങ്ങൾ ലോകമെമ്പാടും അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ലോകത്ത് ഏറ്റവുമേറെ പഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. കൂടുതൽ ആളുകൾ അതേക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു പൊതുവായ ഒരു പ്രസ്താവനയൊന്നുമല്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏറ്റവും അധികം വിയോജിപ്പ് പുലർത്തിയിരുന്ന, അകൽച്ച പുലർത്തിയിരുന്ന യൂറോപ്യൻ സമൂഹം തന്നെ ഏറ്റവും അധികം പ്രവാചകൻ തിരുമേനിയെ പഠിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതഗ്രന്ഥങ്ങളിലൊന്ന്, ജീവിത ദർശനങ്ങളിലൊന്ന് വിശുദ്ധ ഖുർആനാണ് എന്ന് പുസ്തക പരിചയങ്ങളും അതേക്കുറിച്ചുള്ള പഠനങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള മഹോജ്ജലമായ ഒരു ജീവിതമായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് നമുക്കറിയാം.
ചരിത്രത്തിന്റെ ഒരു പ്രത്യേക സന്ധിയിൽ ആണ് പ്രവാചകൻ തിരുമേനി രംഗപ്രവേശം ചെയ്യപ്പെടുന്നത്. ജനങ്ങൾക്കിടയിൽ ശക്തമായ വംശീയതയുടെയും ഗോത്രപരതയുടെയും വിയോജിപ്പുകൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അറബ് സമൂഹത്തിൽ ഇന്ന് നമുക്ക് പരിചയമുള്ള ഒരു അറബ് സമൂഹമായിരുന്നില്ല അക്കാലത്തുണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് നമുക്കൊക്കെ അറിയുന്ന ഒരു ചരിത്രമാണ്. സാന്ദർഭികമായി മാത്രം ഞാൻ ആ ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഗോത്രപരമായ ആളുകൾ വളരെയേറെ വിഭജിക്കപ്പെടുകയും ഓരോ ഗോത്രവും നിലനിൽപ്പിനും ആധിപത്യത്തിനും വേണ്ടി അവരെ ഗോത്രങ്ങളെ അടിച്ചൊതുക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ അത്. നിസ്സാരമായ കാരണങ്ങൾക്ക് കാലങ്ങളോളം യുദ്ധം കൊടികൊണ്ട ഒരു സാമൂഹ്യതയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ആ മേഖലയിലേക്കാണ്, ആ പരിസരത്തേക്കാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. പിന്നീടുണ്ടായത് അവിസ്മരണീയമായ, അപരിമേയമായ, അത്യുദാത്തമായ ഒരു പരിണാമ പ്രക്രിയയാണ്. ആ പരിണാമ പ്രക്രിയയെ അവലോകനം ചെയ്തുകൊണ്ടാണ് മൈക്കൽ ഹാർട്ട് ലോകത്ത് സാമൂഹ്യ നവോത്ഥാനം കുറിച്ച, അടിസ്ഥാനപരമായി മാറ്റങ്ങൾ കുറിച്ച, സാമൂഹികതകൾക്കും ജനതകൾക്കും നാഗരികതകൾക്കും ജന്മം കൊടുത്ത ലോകനായകന്മാരെ എണ്ണി എണ്ണി പരിചയപ്പെടുത്തുന്ന തന്റെ ദ ഹൺഡ്രഡ്സ് എന്ന പുസ്തകത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രഥമ സ്ഥാനം നൽകിയത്. മൈക്കൽ ഹാർട്ട് ആ നിലപാടിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. പ്രവാചകൻ നിയോഗിക്കപ്പെട്ട ആ സമൂഹത്തെ ആണ് മൈക്കൽ ഹാർട്ട് പഠനത്തിന് വിധേയമാക്കുന്നത്. അത് ഏറ്റവും അധികം പൊരുതിയിരുന്ന, പരസ്പരം പോരാടിയിരുന്ന ഒരു സമൂഹമായിരുന്നു. നാഗരികതയുടെയും മനുഷ്യത്വത്തിന്റെയും നാലയൽപ്പക്കത്തേക്ക് പോലും അവർക്ക് പ്രവേശിക്കാനുള്ള സന്മനസ്സുണ്ടായിരുന്നില്ല. ആ സമൂഹത്തെയാണ് വാറിംഗ് എന്ന് പറയാറുണ്ടല്ലോ, യുദ്ധങ്ങൾക്കുമേൽ യുദ്ധം, അതിന്റെ അപ്പുറത്ത് വീണ്ടും യുദ്ധങ്ങൾ. ആ ഒരു നിലപാടുകാരെയാണ് സമാധാനത്തിന്റെ വക്താക്കളാക്കി നബി തിരുമേനി മാറ്റുന്നത്. ആ മാറ്റം വളരെ ചരിത്രത്തിലെ ഐതിഹാസികമായൊരു മാറ്റമാണ്. നമ്മളൊക്കെ വാക്കുകൾക്ക് വേണ്ടി ഐതിഹാസം, ഇതിഹാസപരം, അത്യുജ്വലം, ഉദാത്തം, അത്യുന്നതം എന്നൊക്കെ പ്രയോഗിക്കാറുണ്ടല്ലോ. ഈ പദങ്ങളെയൊക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് മൈക്കൽ ഹാർട്ട് അത് അത്ഭുതകരമായ ഒരു പ്രക്രിയയായിരുന്നു എന്ന് പറയുന്നത്. തുടർന്ന് അങ്ങോട്ട് അതിന്റെ അനുരണനം എന്നോണം, അനുബന്ധങ്ങൾ എന്നോണം മാറ്റങ്ങളുടെ ഒരു പരമ്പരയാണ് സംഭവിക്കുന്നത്. പേർഷ്യൻ, റോമൻ സാമ്രാജ്യങ്ങൾ തമ്മിൽ പോരാട്ടമായിരുന്നു. അത് രണ്ടും രണ്ട് സാമ്രാജ്യത്വ ശക്തികളായിരുന്നു. റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും. അറബികളുടെയൊക്കെ വൈകാരികമായ ബന്ധം പേർഷ്യൻ സാമ്രാജ്യത്തോടായിരുന്നു. അതേപോലെ തന്നെ റോമൻ സാമ്രാജ്യം, ഖുറൈശികളുടെയൊക്കെ ബന്ധം. കാരണം ഭൂമിശാസ്ത്രപരമായി അവർക്ക് അടുപ്പം പേർഷ്യയോടായതുകൊണ്ട്. പക്ഷേ ഈ രണ്ട് സാമ്രാജ്യങ്ങളുടെ തമ്മിലുള്ള നിതാന്തമായ പക കൂടെ വാസ്തവത്തിൽ ഒതുങ്ങി പോവുകയാണ്. വലിയ യുദ്ധങ്ങൾ കൂടുതലായിട്ടൊന്നും പിന്നീടുണ്ടായില്ല. ഇസ്ലാമിന്റെ സ്വാധീനം ആ യുദ്ധങ്ങളുടെ കാഠിന്യത്തിന് മൂർച്ച കുറയ്ക്കുകയുണ്ടായി. വൈകാതെ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പരിസരങ്ങൾ അപ്പാടെ, ആ സാമ്രാജ്യത്തിന്റെ ജീർണതകളെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട്, സാമ്രാജ്യത്വം എന്ന പ്രയോഗത്തെ പോലും മാറ്റിവെച്ചുകൊണ്ട് ആ ജനതതി ഒന്നാകെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രബോധനത്തിൽ, ആ സന്ദേശത്തിന്റെ പരിസരങ്ങളിലേക്ക് കടന്നു വരികയാണ്.
കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വമ്പിച്ച മാറ്റങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റങ്ങൾ സമാധാനത്തിന്റെ ആ പാത ലോക സമാധാനത്തിലേക്കുള്ള വാതായനമായിരുന്നു, ലോക സമാധാനത്തിലേക്കുള്ള ജാലകമായിരുന്നു. ആ സമാധാനത്തിന്റെ പ്രക്രിയ, ആ സമാധാനത്തിന്റെ ആ പരിണാമത്തിന് ലോകത്തുടനീളം അനുരണനമുണ്ടായി. യൂറോപ്പിൽ അനുരണനമുണ്ടായി. യൂറോപ്യൻ ജനത, പ്രത്യേകിച്ചും ഹെമിറ്റിക്കുകൾ പരസ്പരം പോരാടിയിരുന്ന ഒരു ജനവിഭാഗമായിരുന്നല്ലോ. സെമിറ്റിക് ജനവിഭാഗത്തെ പോലെ തന്നെയായിരുന്നു ഹെമിറ്റിക്കുകളും. കെൽറ്റുകള്, അതുപോലെ ആംഗിൾസ്, സാക്സൺസ് തുടങ്ങിയ ജനങ്ങൾ, പ്രത്യേകിച്ചും ജർമ്മൻ ഭൂമിശാസ്ത്ര പരിധിയിൽ നിന്ന് ഉത്ഭൂതമായ ഗോത്രങ്ങൾ കടുത്ത പോരാട്ടം നടത്തിയ, രക്തച്ചൊരിച്ചിൽ നടത്തിയ ഗോത്രങ്ങളായിരുന്നു. ആ ഗോത്രങ്ങളുടെ രക്തച്ചൊരിച്ചിലുകളുടെ വ്യാപനം തടയപ്പെടുകയാണ്. സമാധാനത്തിന്റെ വലിയ ഒരു മേഖല തുറക്കപ്പെടുകയാണ്. ചരിത്രം നീണ്ട കാലങ്ങളുടെ ചരിത്രമാണിത്. ഈ നീണ്ട ചരിത്രങ്ങളുടെ വിശാലമായ പ്രതലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കുക പ്രയാസകരമാണ്. വളരെ പ്രത്യേകിച്ചും ചരിത്രത്തിൽ സംഭവങ്ങളെ അങ്ങ് ചെറിയ തോതിൽ പരാമർശിക്കുക മാത്രമാണല്ലോ സംഗതമായിട്ടുള്ളത്. സംഘർഷത്തിന്റെയും യുദ്ധത്തിന്റെയും വ്യാപനം തടയപ്പെടും. അതുപോലെ ഏഷ്യൻ ഹൃദയ ഭാഗങ്ങളിൽ രക്തച്ചൊരിച്ചിലുകളുടെ, പകയുടെ, പ്രതികാരത്തിന്റെ പ്രതീകമായി നിലകൊണ്ട ജനവിഭാഗമായിരുന്നു മംഗോളിയൻസ് എന്നറിയപ്പെടുന്ന ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും ഒക്കെ ആളുകൾ. എത്രമാത്രം രക്തമാണ് അവർ ഒഴുക്കിയത് എന്നതിന് കയ്യും കണക്കുമില്ല. മാനവരാശിയുടെ ചരിത്രത്തിൽ മംഗോളിയന്മാരുടെ കാലഘട്ടം എത്തുമ്പോൾ ആളുകൾ ഞെട്ടി തരിച്ചു പോവുകയാണ്. ചെങ്കിസ് ഖാനൊക്കെ അത്രമാത്രം രക്തമൊഴുക്കിയ ആളായിരുന്നു. ആ മംഗോളിയൻസ് അറബ് സമൂഹത്തിന് നേർക്ക് ഇരച്ചു കയറുകയുണ്ടായി. അബ്ബാസി കാലഘട്ടത്തിലാണ്, ആ കാലഘട്ടങ്ങളിലാണ് മംഗോൾ താർത്താരികളുടെ കടന്നാക്രമണം ഉണ്ടാവുന്നത്. അവര് ബഗ്ദാദ് പ്രത്യേകിച്ചും അഗ്നിക്കിരയാക്കപ്പെടുകയുണ്ടായി. എന്തുമാത്രം ബഗ്ദാദ് കാലഘട്ടത്തിൽ, ബഗ്ദാദ് മാത്രമല്ല ആ പ്രദേശമപ്പാടെ വിജ്ഞാനീയങ്ങളുടെ ഒരു വലിയ കലവറയായിരുന്നു. താർത്താരിയൻ അക്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കാണുന്നവരെയെല്ലാം കൊന്നൊടുക്കുകയായിരുന്നു. ഗ്രന്ഥപ്പുരകളൊക്കെ അഗ്നിക്കിരയാക്കപ്പെടുകയായിരുന്നു. വ്യാപകമായി ബഗ്ദാദിന്റെ അന്തരീക്ഷത്തിൽ കത്തിയെരിഞ്ഞ ഗ്രന്ഥപ്പുരകളുടെ കറുത്ത പുകച്ചുരുളുകൾ അങ്ങനെ മേഘപാളികളിലേക്ക് ഇരച്ചിരച്ച് കയറിയ രംഗമുണ്ടായിരുന്നു എന്ന് പറയുന്നു. യൂഫ്രട്ടീസ് എന്തുമാത്രം അത് അതിശയോക്തിപരമാണെന്ന് അറിയില്ല. വാസ്തവമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അക്കാലത്തൊക്കെ പ്രത്യേകതരം മഷി ഉപയോഗിച്ചാണല്ലോ ഗ്രന്ഥങ്ങൾ, കയ്യെഴുത്ത് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിനെന്നല്ല, ബഗ്ദാദിൽ ലോകപ്രശസ്തമായ ഗ്രന്ഥപ്പുരകൾ ഉണ്ടായിരുന്നു, ഗ്രന്ഥാലയങ്ങൾ ഉണ്ടായിരുന്നു. ബഗ്ദാദ് നഗരത്തിൽ മാത്രം 100ഓളം ഗ്രന്ഥാലയങ്ങൾ ഉണ്ടായിരുന്നു. 10,000-കണക്കിൽ കയ്യെഴുത്ത് പുസ്തകങ്ങളുടെ ശേഖരങ്ങളാൽ നിറഞ്ഞ ഗ്രന്ഥാലയങ്ങൾ എല്ലാം കത്തിക്കപ്പെടുകയുണ്ടായി. യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലേക്ക് ഗ്രന്ഥങ്ങൾ അങ്ങനെ ഒന്നൊന്നായി വലിച്ചെറിയപ്പെട്ടു. താർത്താരികൾ വലിച്ചെറിയപ്പെട്ട് ഈ ഗ്രന്ഥങ്ങൾ ചവിട്ടി നദിയുടെ മറുകര കടക്കാൻ സാധിക്കുമായിരുന്നു. 3 മാസത്തോളം ആ നദിയിലെ വെള്ളത്തിന്റെ നിറം പോലും മറ്റൊന്നായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഗ്രന്ഥങ്ങളിലെ മഷി വെള്ളത്തിൽ കലർന്ന് അതിന്റെ പ്രവാഹത്തിന്റെ നിറം പോലും മറ്റൊന്നായി മാറുകയുണ്ടായി. ഒരുതരം മഷിക്കറയുടെ രൂപമായി മാറുകയുണ്ടായി. രക്തം, അതുപോലെ കബന്ധങ്ങളും ധാരാളമായി അവിടെ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചാലിപ്പൊഴുകുകയും ഒക്കെ ചെയ്തിരുന്ന രംഗം. ആ താർത്താരികളിലാണ് മാനസിക മാറ്റമുണ്ടാകുന്നത്. ആ താർത്താരികൾ, ആക്രമിക്കാൻ വേണ്ടി വന്ന താർത്താരികൾ, ആക്രമിക്കപ്പെട്ട ജനത പുലർത്തിയ ഉദാത്തമായ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രത്യേകതകൾ അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നു പോവുകയുണ്ടായി. ആ കഠോരമായ അക്രമം അഴിച്ചുവിട്ടവര് മനസാന്തരപ്പെടുകയാണ്. അവർ സമാധാനത്തിന്റെ പാതയിലേക്ക് കടന്നു വരികയാണ്. വളരെ ഒരു സുപ്രഭാതത്തിൽ സൂര്യാസ്തമയത്തിന്റെ ശേഷം മറ്റൊരു സൂര്യോദയത്തിനിടയിൽ സംഭവിച്ച മാസ്മരികമായ ഒരു അത്ഭുത പ്രക്രിയയല്ല, കാലമെടുത്തു. പക്ഷേ അത് അത്ഭുതകരമായൊരു പരിണാമമായിരുന്നു. അങ്ങനെ
മാറ്റങ്ങളുടെ സമാധാനപരമായ ഒരു സാമൂഹികതയുടെ സ്ഥിതിവിശേഷം സംജാതമായി ആവുകയാണ്. ആ സംഗതികളെ സംബന്ധിച്ചൊക്കെ വളരെ വിശദമായി ചരിത്രകാരന്മാർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സാമൂഹിക ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തുണ്ടാക്കിയ അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും പ്രസക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രഗത്ഭരും പ്രമുഖരുമായ ആളുകളാണ് സംസാരിക്കാനുള്ളത്. ഞാൻ ചെറിയ ഒന്ന് രണ്ട് സംഗതികൾ മാത്രം എന്റെ പ്രിയപ്പെട്ടവരുമായി ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുന്നു. പ്രവാചകനുണ്ടാക്കിയ വിശ്വാസപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ അനുഷ്ഠാനപരമായ കാര്യങ്ങളിലും അങ്ങനെ രൂപം കൊള്ളപ്പെട്ട നൽകിയ ഇസ്ലാമിക സാമൂഹികത, ആ ഇസ്ലാമിക സാമൂഹികത വ്യക്തി, സമൂഹം, രാഷ്ട്രം എന്നീ സ്തംഭങ്ങളിൽ ആ സാമൂഹികത ഏത് രീതിയിലാണ് ഉയർത്തപ്പെട്ടത്, ഏത് രീതിയാണ്, സ്വഭാവമാണ് ആ സാമൂഹികതയ്ക്ക് ഉണ്ടായിരുന്നത് തുടങ്ങിയ സംഗതികളൊക്കെ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇന്ന് പരിചയം ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത ആളുകൾ ആ വശങ്ങളും ആ മേഖലകളൊക്കെ സവിസ്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണാധികാരികൾ എപ്രകാരമാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് നമുക്കറിയാമല്ലോ. ഞാൻ സാന്ദർഭികമായി മാത്രം ആ കാര്യം പറയുകയാണ്. ആധിപത്യത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങളാണ് ലോകത്ത് വലിയ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. എവിടെയും ആധിപത്യത്തിന്റെ പ്രശ്നങ്ങളാണ്. പ്രാദേശികമായ ഈ കൊച്ചു കൊച്ചു പ്രദേശങ്ങളിലും അധികാരത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. വലിയ രാഷ്ട്രങ്ങളിൽ അധികാരത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അധികാരത്തിന്റെയും അധികാര കൈമാറ്റത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്രമസമാധാനത്തിന്റെ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രദേശങ്ങളെ മാത്രമല്ല വലിയ രാഷ്ട്രങ്ങളെയും സാമൂഹികതകളെയും ഒക്കെ ബാധിക്കാറുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരു രൂപം നിശ്ചയിക്കുകയുണ്ടായി, ഒരു മെത്തഡോളജി നിർദ്ദേശിക്കുകയുണ്ടായി. അതനുസരിച്ചായിരുന്നല്ലോ പ്രവാചകാനുചരർ ഭരണകൂടങ്ങൾ സ്ഥാപിച്ചത്. എങ്ങനെയായും നമുക്കറിയുന്ന ആവേശകരമായൊരു ചരിത്രമുണ്ട്. അതൊക്കെ നമുക്ക് പാഠങ്ങളാണ്. നമുക്ക് ഇത് വായിക്കാനും ആവേശം കൊള്ളാനും മാത്രമുള്ള സംഗതികളല്ലല്ലോ, പകർത്തപ്പെടേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയായിരുന്നു പ്രവാചകന്റെ വിയോഗാനന്തരം വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായി സ്ഥാനമേറ്റെടുക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമൂഹത്തോട് പറയുന്നു, നിങ്ങളിൽ ഏറ്റവും യോഗ്യനായ വ്യക്തിയാവണം ഭരണാധികാരിയാകേണ്ടത്. അതുകൊണ്ട് ഈ ഇരിക്കുന്നവരിൽ നിന്ന് ഏറ്റവും യോഗ്യരായി താഴെ പറയുന്നവരെയാണ് ഞാൻ കാണുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പരാമർശിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചില സഹാബികളുടെയും പേര് പരാമർശിക്കുന്നു. എന്നിട്ട് നിങ്ങളിൽ ഒരാൾ ഭരണാധികാരിയാവുക എന്ന് പറയുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ അങ്ങാണ് ഭരണാധികാരിയാകാൻ ഏറ്റവും യോഗ്യനായിരിക്കേണ്ടത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഞാൻ ഭരണാധികാരിയാകാനേ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് നിർദ്ദേശിക്കുന്നു. എല്ലാവരും സിദ്ദീഖുൽ അക്ബറിനെ ഭരണാധികാരിയായി പ്രഖ്യാപിക്കുന്നു. അദ്ദേഹവുമായി എല്ലാ ആളുകളും അദ്ദേഹവുമായി പ്രതിജ്ഞയെടുക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം യോഗാനന്തരവും ഇതേ രീതി തന്നെയാണ് സംഭവിക്കുന്നത്. അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാനാണ് ഭരണാധികാരി പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്യുകയായിരുന്നില്ല. പകരം കൂടിയ ആളുകളിൽ ഏറ്റവും വിനീതനായി മാറി നിൽക്കുകയായിരുന്നു. കഴിവുള്ളവനാണ്, ഏറ്റവും പ്രഗത്ഭനാണ്. ആ കാലത്തെ വിശ്വാസികളിൽ ഏറ്റവും ഉത്തമനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പക്ഷേ മാറി നിൽക്കുകയാണ്. ആ കൂടി നിന്ന സഹാബികളും അനുചരന്മാർ ഒന്നടങ്കം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ നിഴൽപ്പാടുകളെ പോലും പിന്തുടർന്ന് പരിചയിച്ച അനുചരന്മാർ ഒന്നടങ്കം പറയുന്നു, അങ്ങായിരിക്കണം ഭരണാധികാരി. 4 ഭരണാധികാരികളും അപ്രകാരമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് നമുക്കറിയാമല്ലോ. ഞാൻ സൂചിപ്പിക്കുന്നത് ഓരോ രംഗത്തും പ്രവാചകൻ തിരുമേനി വളരെ കൃത്യമായ രൂപം നിർണയിക്കുകയും ആ രൂപം സിദ്ധാന്തപരമായി പ്രത്യയശാസ്ത്രപരമായി പരിചയപ്പെടുത്തുക മാത്രമല്ല പ്രയോഗത്തിൽ അത് നടപ്പാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. ആ രീതിയിൽ ആ മാർഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ല. പ്രശ്നങ്ങളുണ്ടായി പിന്നീട് രാജവംശത്തിന്റെ രീതികളൊക്കെ, രാജകുടുംബങ്ങളൊക്കെ പിന്നീട് ഉത്ഭവിക്കുകയുണ്ടായി. ചരിത്രത്തിൽ എപ്പോഴാണ് രാജകുടുംബങ്ങൾ ഉത്ഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുക. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗങ്ങളിൽ നിന്ന് വ്യതിചലനങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ രൂപവ്യത്യാസങ്ങൾ സംഭവിച്ചത് എന്ന് നമുക്കറിയാമല്ലോ.
ഇന്ത്യയിലെ പ്രഗത്ഭനായ ശ്രീ എം.എൻ. റോയ് ഈ സംഗതികളൊക്കെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിന്റെ ചരിത്രപരമായ പങ്ക് എന്ന കാര്യങ്ങളിൽ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയുടെ സാഹചര്യത്തെ സംബന്ധിച്ചും എം.എൻ. റോയ് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് നൽകിയ മഹോജ്വലമായ സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനാണത്, തിരുസുന്നത്തുമാണത്, പ്രവാചകന്റെ ജീവിത മാതൃകയാണ് തിരുസുന്നത്ത് എന്ന രീതിയിൽ നമ്മളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നിന്നുള്ള ഒരുപാട് പാഠങ്ങൾ ലോകത്തിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അത് ഏറ്റവും സന്ദർഭോചിതമായ ഒരു സംഗതിയാണ്. മാനവതയുടെ ഐക്യത്തെ സംബന്ധിച്ച സമുജ്വലമായ ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും എന്നുള്ള നിലപാട്. ഈ നിലപാടിനെ ശ്രീ എം.എൻ. റോയ് ഈ സവിസ്തരം അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, നിങ്ങളെല്ലാം ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. നിങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിങ്ങൾ തിരിച്ചറിയപ്പെടാനുള്ള, നിങ്ങളെ പരസ്പരം തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ മാത്രമാണ്. നിങ്ങളിൽ ഉത്തമൻ ആരാണോ ദൈവത്തോട്, അള്ളാഹുവിനോട് കൂടുതൽ ഭക്തി കാണിക്കുന്നവൻ, അവനാണ് നിങ്ങളിൽ ഉത്തമൻ. നമ്മളൊന്ന് ആലോചിക്കുക. വംശീയതയുടെ, ഗോത്രപരയുടെ, ഭാഷാപരയുടെ, സ്റ്റാറ്റസിന്റെ, സാമൂഹിക സ്ഥാനമാനങ്ങളുടെ എന്തൊക്കെ ജാടകളും ജീർണതകളുമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ജന്മത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന ആളുകളുണ്ടല്ലോ, വംശത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്ന ആളുകളുണ്ടല്ലോ. ലോകത്തെ ലോകമഹായുദ്ധങ്ങളൊക്കെ വംശീയാധിപത്യത്തിന്റെ പ്രശ്നങ്ങളാൽ രൂപം കൊണ്ടപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. ഇത്തരത്തിലുള്ള ജാതിയുടെയും ജന്മത്തിന്റെയും മാത്രമല്ല സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളുടെ രീതികളെയും ഇസ്ലാം നിരാകരിക്കുകയാണല്ലോ. സമ്പത്തിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ കൈലായക്കൂന ദൂലത്തൻ ബൈനൽ ആഇനിയാഇ മിൻകും, സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൊങ്ങച്ചം കാണിക്കുവാനുള്ളതല്ലല്ലോ എന്നാണല്ലോ ഇസ്ലാം പറയുന്നത്. പകരം നിങ്ങൾക്കിടയിൽ കൈകാര്യം ചെയ്യപ്പെടാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്ന രീതിയിൽ സമ്പത്തിനെ കാണുകയും പടച്ച തമ്പുരാൻ നൽകിയ ഒരു സൂക്ഷിപ്പ് മുതലാണ് അത് എന്ന രീതിയിൽ അതിനെ കാണുകയും ചെയ്യുക. ഞാൻ പറയുന്നത് ലോകത്തെ പ്രശ്നങ്ങളിൽ സാമ്പത്തികമായ ഉച്ചനീചത്വത്തിന്റെ പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി കാണാം. ലോകത്തിലെ പ്രശ്നങ്ങളിൽ സാമൂഹികതയുടെയും വംശീയതയുടെയും ദേശീയതയുടെയും ഗോത്രപരതയുടെയും പ്രശ്നങ്ങൾ കാണാം. ഇത്തരത്തിലുള്ള എല്ലാ കൃത്രിമമായ ഔന്നത്യങ്ങളെയും ആഭിജാത്യങ്ങളെയും ആഭിജാത്യത്തിന്റെ ജീർണതകളെയും ആ ജീർണതയുടെ ജാടയെയും അടിസ്ഥാനപരമായി തന്നെ നിരാകരിക്കുന്നു വിശുദ്ധ ഖുർആൻ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ജീവിതത്തിൽ അനുഭവവേദ്യമാക്കി കൊടുക്കുകയുണ്ടായി. സാധാരണ എല്ലാവരാലും മാറ്റി നിർത്തപ്പെടുന്ന ജനസമൂഹത്തിന്റെ പ്രതിനിധിയാണല്ലോ ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം കറുത്തവനാണ് എന്ന് നമ്മൾ പറയുന്നു. ആഫ്രിക്കൻ നിവാസിയാണ്, വംശജനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. നമുക്ക് എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ വിഭാഗീയതകൾ വരുന്നത്, ഏതൊക്കെ ജനതകളാണ് മാറ്റി നിർത്തപ്പെട്ടത് എന്നൊക്കെ നമുക്കറിയാം. നിങ്ങളൊന്ന് ആലോചിക്കുക. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനം നൽകിയത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. പള്ളിയിൽ ബാങ്ക് കൊടുക്കുക എന്നത് ഉന്നതമായൊരു സ്ഥാനമായിരുന്നു. ഇസ്ലാമിക സാമൂഹികതയിൽ ഉന്നതമായ സ്ഥാനമായിരുന്നു. നമസ്കാരത്തിന് വേണ്ടി ആളുകളെ ക്ഷണിക്കുക എന്നത്, നമസ്കാരത്തിന് വേണ്ടി ആളുകളെ ക്ഷണിക്കുവാനുള്ള സ്ഥാനം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന കറുകറുത്ത മനുഷ്യനെയാണ് നബി തിരുമേനി ഏൽപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊക്കെയായിരുന്നു ഇസ്ലാം കാഴ്ചവെച്ച, പ്രവാചകൻ തിരുമേനി കാഴ്ചവെച്ച നിലപാടുകൾ. അപ്പോൾ ഇന്നത്തെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണങ്ങൾ അടിസ്ഥാനപരമായി തന്നെ മൗലികമായി തന്നെ നിരാകരിക്കപ്പെടുന്ന ഉദാത്തമായ ജീവിത മാതൃക അനുഭവവേദ്യമാക്കി തന്ന മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് എന്തുമാത്രം സമാധാനത്തിന്റെ അവധൂതായി പരിണമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു വഴിത്താരകൾ ഇതുപോലുള്ള അനുസ്മരണ സന്ദർഭങ്ങളിലും പഠന സന്ദർഭങ്ങളിലും ചർച്ചകളിലും നമുക്ക് മുഴുവൻ ജനതകൾക്കും ജീവിതാവേശമായി പരിണമിക്കുമാറാവട്ടെ എന്ന് ഹൃദയംഗമമായി അഭിലഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഈ സദോദ്യമത്തിന് എല്ലാവിധത്തിലുള്ള നന്മകൾ പ്രാർത്ഥിച്ചുകൊണ്ടും തേടിക്കൊണ്ടും എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി വഹാബ് മാഷ. ഇനി നമ്മളോട് സംസാരിക്കുന്നത് RS പണിക്കർ സാറാഫുകളാണ്. അതിനു മുമ്പ് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാനുണ്ട്. അത് നിർവഹിക്കുന്നത് മുൻ PSC അംഗം കൂടിയായ RS പണിക്കർ സാർ തന്നെയാണ്.
അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് ശേഷം പ്രസംഗം നടക്കുന്നതാണ്. ഇതിനുവേണ്ടി സാറുകളെ വിനയപുരസ്സരം ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ ഫൈസൽ സിനി രണ്ടത്താണി, ഈ സെമിനാർ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ജനാബ് എൻ അലി അബ്ദുള്ള, ഈ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാർ, SSFന്റെയും SYSന്റെയും ആഭിമുഖ്യത്തിൽ ഈ പ്രദേശത്ത് നടത്തപ്പെടുന്ന ഒരു സെമിനാറിൽ, അതും പ്രവാചക തിരുമേനിയുടെ ജീവിതത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതം സമാധാനത്തിനു വേണ്ടി സമർപ്പിച്ചതാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടക്കുന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. അതിന് അവസരം ലഭിച്ചതിന്റെ ഭാരവാഹികളോട് ഞാൻ ആദ്യമായി നന്ദി പറയുക. പക്ഷെ ഒരു വിഷയമുള്ളത്, ഇത്തരം വളരെ പാണ്ഡിത്യവും അറിവും വേണ്ട ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുവാനുള്ള ഒരു അറിവും പരിചയവും എനിക്കില്ല എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക. പക്ഷേ വിഷയം പ്രവാചക തിരുമേനിയെ സംബന്ധിച്ചും സമാധാനത്തെക്കുറിച്ചുമാണ് എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാന്യനായ ജനാബ് എൻ അലി അബ്ദുള്ള സാഹിബിന്റെ ഉദ്ഘാടന പ്രസംഗം നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ഇതിനു മുമ്പും ധാരാളം ഇതുപോലുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അറിവ്, ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ ചിലത് അറിയാമായിരുന്ന കാര്യങ്ങളെ മറ്റു ചില വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ അവതരണം വളരെ സാർത്ഥകമായിരുന്നു, വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്ന് എടുത്തു പറയാത്ത തരമില്ല. മദീന രേഖകളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചു. മത സൗഹാർദ്ദത്തിന്റെയും മതേതരത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും കാരുണ്യത്തിന്റെയും ഒക്കെ പ്രവാചകൻ നൽകിയ സന്ദേശം, അദ്ദേഹം പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ ലോകത്ത് അതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള മതേതരത്വത്തെ സംബന്ധിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചുമുള്ള ഒരു രേഖയായി മനസ്സിലാക്കുവാൻ എനിക്കിപ്പോഴാണ് അവസരം ലഭിച്ചത്. ആ രേഖ കൂടിയാണ് ഇന്ത്യയുടെ പ്രഗത്ഭരായ നേതാക്കന്മാർ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകുമ്പോൾ ഈ രേഖ അവരെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു എന്നുള്ള ചരിത്ര സത്യം കൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ
അത് എന്റെ കണ്ണു തുറപ്പിക്കുകയാണുണ്ടായത്. ഇന്ത്യൻ ഭരണഘടനയിൽ ലോകത്ത് അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പുരോഗമന ചിന്തകളെയും എല്ലാ പുരോഗമന ആശയങ്ങളെയും എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകളെയെല്ലാം പഠിച്ച് ഏറ്റവും ഉദാത്തമായ, ഏറ്റവും മാതൃകാപരമായ, ഏറ്റവും പുരോഗമനപരമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് സംഭാവന ചെയ്യുവാൻ അന്നത്തെ നമ്മുടെ ദേശീയ നേതാക്കന്മാർക്ക് B.R. അംബേദ്കർക്കും രാജേന്ദ്ര പ്രസാദിനും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും സാധിച്ചത്. ആ ഭരണഘടനയുടെ ബലത്തിലാണ് നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ഐക്യവും ഇന്ത്യയുടെ അഖണ്ഡതയും ഒക്കെ നമ്മൾ ഇപ്പോഴും നിലനിർത്തിപ്പോകുന്നു. ഇവിടെയുള്ള വിഷയം സമാധാനത്തിന്റെ വിഷയമായതുകൊണ്ടും മതവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടും നമ്മൾ മതത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ഉത്ഭവം തൊട്ട് മനുഷ്യൻ പ്രകൃത്യ അക്രമകാരിയാണ്. മൃഗത്തെ പോലെ തന്നെയാണ് മനുഷ്യൻ തുടക്കത്തിൽ, സംശയമൊന്നുമില്ല. കൊന്നും തിന്നും കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ പല ഗോത്രങ്ങളായി തിരിഞ്ഞ കാര്യം പറഞ്ഞു നമ്മളിവിടെ നമുക്കറിയാം, ചരിത്രത്തിലറിയാം. ആ ഗോത്രവർഗങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷി എന്ന് പറയുന്ന ഏർപ്പാടിൽ ഏർപ്പെട്ടതോടുകൂടിയാണ് അവൻ കുറച്ചുകൂടെ സാമൂഹികമായി അവനൊരു കെട്ടുറപ്പുണ്ടായി തുടങ്ങി. അവനെ മൃഗത്തിൽ നിന്നും അവനെ പരിഷ്കരിച്ചത് കൃഷിയും മറ്റ് ഉപജീവനത്തിന് വേണ്ടിയുള്ള അവന്റെ പ്രവർത്തനങ്ങളുമായിരുന്നു. മാനസികമായി അവനെ സംസ്കരിക്കുവാൻ മതങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതങ്ങളുടെ സ്ഥാനം, മതങ്ങളുടെ പ്രസക്തി എവിടെയാണെന്ന് ചോദിച്ചാൽ മനുഷ്യനെ പുരോഗതിയിലേക്കും ധാർമ്മികതയിലേക്കും സംസ്കാരത്തിലേക്കും അച്ചടക്കത്തിലേക്കും നയിച്ചത് മതങ്ങളാണ്. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. മാർക്സ് പോലും നിഷേധിച്ചിട്ടില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറപ്പാണ് എന്ന് മാർക്സ് പറഞ്ഞത് നെഗറ്റീവായിട്ടല്ല, തെറ്റായ അർത്ഥത്തിലല്ല, ശരിയായ അർത്ഥത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ അക്രമകാരികളായ ആളുകളെ കുറച്ച് കറുപ്പ് കൊടുത്താൽ അവര് ഒന്ന് നോർമലാവും. മനുഷ്യൻ പ്രകൃത്യാ ഞാൻ സൂചിപ്പിച്ചതുപോലെ അക്രമകാരികളാണ്, ഹിംസ ചെയ്യുന്ന ആളുകളാണ്. അവന് മതത്തിന്റെ ഒരു ചെറിയ ഡോസ് കറുപ്പ് കൊടുക്കുമ്പോൾ അവൻ നോർമലാവും. ആ അർത്ഥത്തിലായിരിക്കണം മാർക്സ് അത് പറഞ്ഞിട്ടുണ്ടാകുന്നതെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെ മതത്തിന്റെ സ്വാധീനമാണ് പ്രാചീന ഗോത്രങ്ങളിൽ മനുഷ്യനെ ഐക്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ധാർമ്മിക മൂല്യങ്ങളിൽ വിശ്വസിച്ചും അച്ചടക്കത്തോടുകൂടിയും കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കിയും പരസ്പരം സ്നേഹിച്ചും പരസ്പരം കൊടുത്തും വാങ്ങിയും ഒക്കെ ജീവിക്കുവാൻ പഠിപ്പിച്ചത്. ഭൗതികമായ നേട്ടത്തോടൊപ്പം അച്ചടക്കത്തോടൊപ്പം ആത്മീയമായ നേട്ടവും മത പഠനങ്ങളിൽ കൂടി മനുഷ്യന് ലഭിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ മനുഷ്യനെ വിമലീകരിക്കുക എന്ന ഏറ്റവും ഉദാത്തമായ കർത്തവ്യം നടത്തിക്കൊണ്ടിരുന്ന മതം ആധുനിക കാലഘട്ടത്തിൽ അത് ദുരുപയോഗപ്പെടാനും അതിനെ ദുരുപയോഗപ്പെടുത്താനും കുറെ ആളുകളുണ്ടായി. അത് രാഷ്ട്രീയമായ കാരണങ്ങളാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാജ്യത്തെ പിടിച്ചടക്കുവാനും അധികാരം കൈക്കലാക്കുവാനും പുതിയ രൂപത്തിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ആദ്യകാലങ്ങളിൽ തന്നെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലായാലും സമൂഹങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളായാലും ഏറ്റുമുട്ടലുകളായാലും മതത്തെ ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്താനോ തുടങ്ങിയിടം മുതൽ മതത്തിന്റെ പരിശുദ്ധി, അതിന്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ മതങ്ങളും, ഇസ്ലാം മതമായാലും ക്രിസ്ത്യൻ മതമായാലും സിഖ് മതമായാലും ഹിന്ദുമതമായാലും എല്ലാ മതങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയും
മനുഷ്യ മനസ്സിന്റെ വിമലീകരണത്തിന് വേണ്ടിയും മനുഷ്യന്റെ സ്നേഹത്തിനും കാരുണ്യത്തിനും വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്ത കാലം മുതൽ അത് മനുഷ്യനെ തമ്മിലടിപ്പിക്കുവാനും മനുഷ്യരിൽ ശത്രുതയുണ്ടാക്കുവാനും മനുഷ്യനെ പരസ്പരം ആയുധമേന്തുന്നവനാക്കുവാനും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുവാനും ഉള്ള ഒരു ഉപാധിയായി മതം മാറുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ പോലും ഇന്ത്യയിലും ഉണ്ടായിട്ടുള്ള പല സംഘർഷങ്ങൾക്ക്, സാമൂഹികമായ സംഘർഷങ്ങൾക്ക് മതത്തിന്റെ പേരിലുള്ള ഭീകരവാദം ഒരു കാരണമായി തീരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം ഭീകരവാദങ്ങൾക്ക് മുന്നിൽ മതത്തിനെ ഒരു മറയാക്കിക്കൊണ്ട് ചില സ്ഥാപിത താൽപര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സ്ഥാപിത താൽപര്യങ്ങളെ തിരിച്ചറിയുവാനും അവയെ പരാജയപ്പെടുത്തുവാനും യഥാർത്ഥത്തിലുള്ള മതവിശ്വാസികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിന് ഇടപെടാൻ കഴിയുന്നതിനേക്കാൾ മതവിശ്വാസികൾക്കും മതപണ്ഡിതന്മാർക്കും അതിന്റെ വക്താക്കൾക്കും തങ്ങളുടെ മതം ഏത് മതമായാലും അതിലുള്ള പോരായ്മകളെയും തെറ്റുകളെയും അവിടെയുള്ള അബദ്ധ സഞ്ചാരത്തെയും തിരുത്തുവാനും അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുവാനും തിരുത്തുവാനുമുള്ള ബാധ്യത ഏറി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ലോകത്തെമ്പാടും. ഇന്ത്യയുടെ സാഹചര്യത്തിലും ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ച് ഇവിടെ നേരത്തെ ശ്രീ അലി അബ്ദുള്ള സാഹിബ് സംസാരിച്ചു. ഇത്രയും പുരോഗമനപരമായ മതന്യൂനപക്ഷങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന ഒരു ഭരണഘടന ലോകത്ത് മറ്റെവിടെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം, പഠിക്കണം. ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. തർക്കമുള്ളവരുണ്ടാവാം. മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം, ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം മതപരമായ സ്ഥാപനങ്ങൾ നടത്തുവാന്, പ്രവർത്തിക്കുവാന്, പ്രചരണം നടത്തുവാന്, സ്ഥാപനങ്ങൾ നടത്തുവാൻ, ജീവിക്കുവാൻ, പ്രത്യേക ആചാര അനുഷ്ഠാനങ്ങൾ സ്വന്തമായി നടത്തുവാൻ, അതിന്റെ ആഘോഷങ്ങൾ നടത്തുവാൻ ഒക്കെ തന്നെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നൽകിയ ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ. ഏതെങ്കിലും കാലഘട്ടത്തിൽ അതിന് ചില അപവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. അത് ഭരണ നേതൃത്വത്തിലുണ്ടാവുന്ന ചില അപജയങ്ങൾ മാത്രമാണ്. ഭരണഘടനാപരമായി ഇത്രയും സ്വാതന്ത്ര്യം ലഭിക്കുന്ന മറ്റൊരു ഭരണഘടനയും ലോകത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. ആ രാജ്യത്ത് പോലും മതത്തിന്റെ പേരിലുള്ള തീവ്രവാദം വളരെ ശക്തമായി നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമില്ല. വളരെ ഭീകരമായ വിഷയം. കേരളത്തിൽ പോലും, ഇന്ത്യയിൽ അടുത്ത കാലം ഗുജറാത്തിലായാലും ഫരീദാബാദിലായാലും ഡൽഹിയിലായാലും ബോംബെയിലായാലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും അതിന്റെ സ്രോതസ്, അതിന്റെ ബുദ്ധികേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് നമ്മളെ കേരളത്തിലെ ഏറ്റവും പരിഷ്കൃതരായ, ഏറ്റവും വലിയ പുരോഗമനവാദികളായ, ഏറ്റവും വലിയ സെക്യുലർ എന്ന് അവകാശപ്പെടുന്ന, ഏറ്റവും വലിയ വിദ്യാസമ്പന്നൻ എന്ന് കരുതുന്ന കേരളീയരെ മൊത്തം ലജ്ജിപ്പിക്കുന്ന വസ്തുതയാണ്. അതിന്റെ പരിഹാരത്തിന്റെ ഒരു മാർഗമാണ് ഇന്നിപ്പോൾ നടക്കുന്ന ഈ സെമിനാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരം ചർച്ചകള് മതത്തെ ശരിക്കും മനസ്സിലാക്കാനുള്ള അവസരം സാധാരണക്കാർക്ക് ലഭിക്കണം, കുട്ടികൾക്ക് നൽകണം. ഇസ്ലാം മതമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന മതം എന്നുള്ളത് നമുക്കറിയാം. അതിന് അമേരിക്കൻ ഗവൺമെന്റ് അല്ലെങ്കിൽ അമേരിക്കൻ രാഷ്ട്രം, ആ മുതലാളിത്ത വ്യവസ്ഥിതി അവരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ
തെറ്റിദ്ധരിപ്പിക്കുവാനും ഇസ്ലാമിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുവാനുള്ള ബോധമായ ശ്രമങ്ങൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ടെന്നുള്ളതും നമുക്കറിയാം. അമേരിക്കയുടെ കച്ചവട താൽപര്യമാണ്, അവരുടെ കോർപ്പറേറ്റ് താൽപര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ആയുധ കച്ചവട താൽപര്യമാണ്. അങ്ങനെ പല താൽപര്യങ്ങൾ. ആ ഗവൺമെന്റിന്റെ താൽപര്യങ്ങൾ പലതാണ്. സാമ്രാജ്യത്വ താൽപര്യമാകാം, കച്ചവട താൽപര്യമാകാം, ആയുധ കച്ചവടത്തിന്റെ താൽപര്യമാകാം. എന്തായാലും ആ ഒരു സാമ്രാജ്യത്വത്തിന്റെ ദുഷ്പ്രചരണം ഇസ്ലാം മതത്തിനെതിരെ ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്നുള്ളതും നമുക്കറിയാം. അത്തരം ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം മതത്തിന്റെ യഥാർത്ഥ വക്താക്കള് ആ വാദഗതികളെയും അത്തരം ദുഷ്പ്രചരണങ്ങളെയും നിരാകരിച്ചുകൊണ്ട് തങ്ങളുടെ മതത്തിന്റെ യഥാർത്ഥ സത്ത എല്ലാ ജനങ്ങളിലും എത്തിക്കുവാനുള്ള പ്രയത്നത്തിലാണ് ഏർപ്പെടേണ്ടത്. അതിന് ഘടകവിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സാമ്രാജ്യത്വ ശക്തികളും മതവിരുദ്ധ ശക്തികളും എവിടെയെങ്കിലും ചെറിയ തോതിലെങ്കിലും വിജയിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിക്കൊടുക്കുന്ന ഒരു സാഹചര്യം സംജാതമാകും. ഞാൻ കൂടുതൽ ഇതിലേക്ക് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ മതസൗഹാർദ്ദവും ഇന്ത്യയുടെ മതനിരപേക്ഷതയും നിലനിർത്തേണ്ടത് ഇന്ത്യ എന്നൊരു രാജ്യം നിലനിൽക്കേണ്ടതിന്റെ കൂടി ആവശ്യമാണ്. ഒരു ബഹുസ്വര രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് നമ്മൾക്കറിയാം. ഇവിടെ മതങ്ങൾ രണ്ടുമൊന്നുമല്ല, ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് ജാതികളുണ്ട്, ഒരുപാട് സംസ്കാരങ്ങളുണ്ട്, ഒരുപാട് ഭാഷകളുണ്ട്. ബഹുസ്വരത എന്ന് പറഞ്ഞാൽ ഇത്രയും ബഹുസ്വരതയുള്ള ഡൈവേഴ്സിറ്റിയുള്ള മറ്റൊരു രാഷ്ട്രം ലോകത്തില്ല. അത്തരം ഒരു രാജ്യം 130 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തെ വലിയ വിഘടനം സ്വഭാവമില്ലാതെ, വലിയ ആന്തരിക സംഘർഷമില്ലാതെ, വലിയ ആഭ്യന്തര കലാപമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിന് മാത്രമേ കഴിയുള്ളൂ. ആ ജനാധിപത്യ സംവിധാനം അത് ഗവൺമെന്റ് ആയാലും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ. മറിച്ച് എന്ത് വന്നാലും അത് ഇന്ത്യയുടെ തകർച്ചയ്ക്ക് കാരണമാകൂ എന്നുള്ള കാര്യത്തിനും സംശയമില്ല. ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നതിൽ ഇന്ത്യൻ ജനതയ്ക്ക് തെറ്റുപറ്റാൻ പാടില്ല. അങ്ങനെ എപ്പോഴെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കനത്ത വില നൽകേണ്ടിയും വന്നിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യമാണ് ഇനിയും നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യയുടെ ഐക്യവും നിലനിൽക്കുവാനും ഇന്ത്യയെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനും ഇന്ത്യയിലെ ജനാധിപത്യ ശക്തികൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാൻ, ആ ശക്തികൾക്ക് ഇന്ത്യയുടെ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം, ജനാധിപത്യ ബോധം ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ പ്രവചനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇന്ത്യൻ ജനാധിപത്യം ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. അത് നമ്മൾ ഏറ്റവും കൂടുതൽ വിലമതിക്കേണ്ടതും ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ച ജനാധിപത്യം സ്വീകരിച്ച പല രാജ്യങ്ങളും ജനാധിപത്യം നഷ്ടപ്പെട്ടു. അവിടേക്ക് ഒന്നുകിൽ പട്ടാള ഭരണമോ ഏകാധിപത്യ ഭരണമോ തിരിച്ചു വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ പലതും തകർന്ന് തരിപ്പണമായി. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം അപങ്കരം തുടരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ ഭരണ പാർട്ടികൾ മാറി വരുന്നത് സ്വാഭാവികമാണ്. അതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും അത് തന്നെയാണ്. പാർട്ടികൾ മാറി വരാം, പാർട്ടികൾ മാറി വരണം. പക്ഷെ ആ പാർട്ടികൾക്ക് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഇന്ത്യയുടെ ദേശീയതയിലും വിശ്വാസമുള്ള പാർട്ടികളായിരിക്കണം. ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ശക്തിയുള്ള പാർട്ടികളായിരിക്കണം. അത് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ടുള്ളൂ. ആ ഒരു ചിന്ത ഇന്ത്യൻ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്
ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഇന്ത്യയിലെ എല്ലാവരും, എല്ലാ ജനങ്ങളും, വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും, പണമുള്ളവനും പണമില്ലാത്തവരും, കർഷകനും കർഷക തൊഴിലാളിയും സാധാരണ തൊഴിലാളിയും എല്ലാവരും ഒന്നിച്ചണിനിരക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോഴെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി കൂടിയാണെന്ന് നിങ്ങൾക്കറിയാം. എന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യത്ത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഏത് പാർട്ടിക്കും, ഏത് സമൂഹത്തിനും, ഏത് ഗ്രൂപ്പിനും, ഏത് വ്യക്തിക്കുമുള്ള സ്വാതന്ത്ര്യവും. പക്ഷെ അത് ജനദ്രോഹകരമാവാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാതെയുള്ള പ്രവർത്തനത്തെ അംഗീകരിക്കാനും കഴിയില്ല. നേരത്തെ ഓരോ പ്രസ്ഥാനത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനത്തിനും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. അവർ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗഭാക്കാകുന്നതിനും അർത്ഥമില്ല. അത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയുവാനും നമുക്ക് കഴിയണം. ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യവും അവകാശവും അവസരവും ഉപയോഗിച്ചുകൊണ്ട് ജനാധിപത്യത്തിനെതിരായിട്ടും ഭരണഘടനയ്ക്കെതിരായിട്ടും പ്രവർത്തിക്കുന്നത് സമൂഹ ഗ്രൂപ്പായാലും പാർട്ടിയായാലും മതസംഘടനകളായാലും രാജ്യത്തിന് ആപത്താണ് എന്ന് തിരിച്ചറിയുവാനും നമുക്ക് കഴിയണം. അത് ഏത് പാർട്ടി ആയാലും അത് തിരിച്ചറിയാനുള്ള അറിവ് ഇന്ന് നമുക്കുണ്ട്. മതസംഘടനകൾ, അത്തരം മതസംഘടനകളിൽ അവരെ ഒറ്റപ്പെടുത്തുവാൻ മറ്റ് മതസംഘടനകൾ മുന്നിട്ടിറങ്ങണം. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പുരോഗതിയിലേക്ക് പോകുന്ന വളരെ ശക്തമായ ഒരു രാജ്യമായി ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്കറിയാം, ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അമേരിക്ക ഏറ്റവും വലിയ സാമ്രാജ്യത്തെ രാജ്യം, ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യം, ലോകം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്ന അമേരിക്കയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലില്ലാതെ, ഒരുപാട് ബാങ്കുകൾ തകർന്നു, ഒരുപാട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പരാജയപ്പെട്ടു. ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് ഇന്ന് അമേരിക്ക. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ മിക്കവയും അതിഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയെയും സാമ്പത്തിക മാന്ദ്യതയെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ അത്രമാത്രം ഒന്നും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യയിൽ പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മറ്റ് സാമ്പത്തിക ശക്തികളായിരുന്ന രാജ്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥിതി വളരെ വളരെ മെച്ചമുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനമനുസരിച്ച് വരുന്ന 2020 ഇന്ത്യ ലോകത്തെ സാമ്പത്തിക ശക്തികളിൽ രണ്ടാമതായിട്ടെങ്കിലും ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ നീങ്ങുന്നത്, ഇന്ത്യൻ ഭരണകൂടം നീങ്ങുന്നത്. ഇന്ത്യൻ ജനത ഒരു ആവേശത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അത് സാധ്യതപ്രായമാകണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒന്നിച്ചു നിൽക്കണം. അവിടെ എന്നും കലാപങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളും കലാപങ്ങളും അക്രമങ്ങളും ആഭ്യന്തര കലഹങ്ങളും ഉണ്ടായാൽ ഒരു രാജ്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനുള്ള അവസരം ഉണ്ടാവാൻ പാടില്ല. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്ന ഏത് പാർട്ടിക്കും ഇന്ത്യയിൽ അധികാരത്തിൽ വരാം. ജനങ്ങൾ അവരെ സഹായിക്കുക. പുതിയ പരീക്ഷണങ്ങൾ വരെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു പാർട്ടി ഉണ്ടാകുകയും അവര് ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയെങ്കിലും സംഭവിക്കുക? അവരുടെ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തു. ഇന്നത്തെ ഭരണകൂടത്തിലെ ചില തെറ്റുകളെ, ചില പോരായ്മകളെ, ചില ന്യൂനതകളെ ചൂണ്ടിക്കാണിച്ചു. അഴിമതി വിഷയം തന്നെയാണ്. ജനാധിപത്യത്തിന്റെ ഒരു ശാപം കൂടിയാണ്, ക്യാൻസർ പോലെയാണെന്നാണ് നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റ് കഴിഞ്ഞ റിപ്പബ്ലിക് ദിന സന്ദേശമായി പറഞ്ഞത്. ഇന്ത്യൻ ജനാധിപത്യം അമൂല്യമാണ്.
അത് പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യം അമൂല്യമാണെങ്കിൽ അതിന്റെ ഒരു ശാപമാണ്, അതിന്റെ ഒരു ക്യാൻസറാണ് അഴിമതി. അത് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമാണ്. അഴിമതി തുടരാൻ അനുവദിച്ചുകൂടാ. ജനാധിപത്യത്തിന്റെ പേരിൽ നടക്കുന്ന അഴിമതി ജനാധിപത്യത്തെ തന്നെ തകർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അഴിമതിക്കെതിരെയുള്ള പോരാട്ടവും നമ്മുടെ രാജ്യത്തുണ്ടാവേണ്ടിയിരിക്കും. ആ പോരാട്ടം ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ട് വരുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ സ്വീകാര്യത ഉണ്ടാവും. ആ സ്വീകാര്യതയാണ് താൽക്കാലികമായിട്ടാണെങ്കിലും AAPക്ക് ലഭിച്ചിരിക്കുന്നത്, ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് പ്രാദേശികമായ താൽക്കാലികമായ ഒരു സംവിധാനം എന്ന് ഞാൻ കണക്കൂട്ടുന്നുള്ളൂ. അതിൽ കൂടുതൽ അതിന് സാങ്കത്യവും പ്രസക്തിയും ഉണ്ടാകുകയാണെങ്കിൽ അത് ഇന്ത്യൻ ജനതയൊക്കെ വിട്ടുകൊടുക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു സെമിനാർ ഈ ഒരു പരിതസ്ഥിതിയിൽ, ഈ ഒരു കാലാവസ്ഥയിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറായ ഈ സംഘടനകളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളുന്ന പാഠങ്ങൾ, അറിവുകൾ, ശരിതെറ്റുകൾ, നമ്മൾ മനസ്സിലാക്കുന്ന ശരിതെറ്റുകൾ സമൂഹത്തിൽ എത്തിക്കുവാനുള്ള ബാധ്യത കൂടി നമ്മളേറ്റവും. സെമിനാറുകൾക്കൊക്കെയുള്ള പൊതുവിലുള്ള ഒരു തകരാറ്, ഇതൊരു ഓപ്പൺ സെമിനാർ. സാധാരണ ഒരു ഹാളിൽ കുറച്ച് പണ്ഡിതന്മാരും കുറച്ച് കേൾവിക്കാരുമായിട്ട് സെമിനാറുകൾ പലതും നടന്നു പോകുന്നുണ്ട്. ജനാധിപത്യത്തെക്കുറിച്ച്, മതേതരത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ചൊക്കെ ഈ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള സെമിനാറുകൾക്ക് കണക്കും കയ്യുമില്ല. മതസൗഹാർദ്ദത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള യോഗങ്ങളും റാലികളും ഒക്കെ എന്തെങ്കിലും കണക്കുണ്ടോ? പക്ഷെ അത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയണം. അത് ആ ഒരു ദൗത്യം ഈ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് ഈ കുഗ്രാമത്തിൽ ഈ സമയത്തും ഇത്രയും ആളുകൾ ഇത് ശ്രവിക്കുന്നു എന്നുള്ളതും ഇതിന്റെ സംഘാടനം വിജയകരമായിരുന്നു എന്നും എടുത്തു പറഞ്ഞുകൊണ്ട് ഈ സംഘടന ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട്, എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും ഐക്യവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. നന്ദി പണിക്കർ സാർ. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള. സാദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയനായ അധ്യക്ഷൻ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വളരെ കാലികവും വളരെ പ്രസിദ്ധവുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത് SSFന്റെ നേതൃത്വത്തിൽ എന്ന് ആമുഖമായിട്ട് തന്നെ പറയാണ്. അനാവശ്യമായ ചർച്ചകൾ ഇന്ന് ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞു വരുന്ന ഈ കാലത്ത് ആളുകൾക്ക്